കരിയർ ഡയറി. വിദ്യാഭ്യാസ തൊഴിൽ മേഖലകളിലെ അവസരങ്ങളും മാർഗനിർദ്ദേശങ്ങളും തത്സമയം. ഗുഡ് ആഫ്റ്റർനൂൺ, നമസ്കാരം എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും റേഡിയോ കേരളം 1476 എമ്മിന്റെ കരിയർ ഡയറി പ്രോഗ്രാമിലേക്ക് സ്വാഗതം. തീർച്ചയായിട്ടും ഇന്നത്തെ ദിവസത്തെ പ്രോഗ്രാമിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. കാരണം ഇന്ന് ഞാൻ ഇൻവൈറ്റ് ചെയ്തിരിക്കുന്ന ഗസ്റ്റ് എന്ന് പറയുന്നത് അത്രത്തോളം പ്രാധാന്യം അർഹിക്കുന്നതാണ്. 44 വർഷമായിട്ട് അധ്യയനത്തിൽ അധ്യാപകനായി തുടരുന്ന ഡോക്ടർ ജേക്കബ് സാർ ആണ് നമ്മളോടൊപ്പം ചേരുന്നത്. ഗുഡ് ആഫ്റ്റർനൂൺ സർ. ഗുഡ് ആഫ്റ്റർനൂൺ. ഒരുപാട് സന്തോഷം സാറിനെ പോലൊരു അധ്യാപകനെ നമ്മുടെ പ്രോഗ്രാമിലേക്ക് ഇൻവൈറ്റ് ചെയ്യാനും സംസാരിക്കാനുമായിട്ട് ഒരു അവസരം ലഭിച്ചതിൽ. അപ്പോ സാർ തിരക്കിലായിരുന്നു എന്നോട് പറഞ്ഞു, ഗ്രീമ ഞാൻ സ്കൂളിലാണ്, അപ്പോ ഞാൻ ശ്രമിക്കാം കേറാം എന്നൊക്കെ പറഞ്ഞു. എന്നാലും എനിക്ക് ലാസ്റ്റ് ഒരു ഷർട്ട് തന്നിട്ടുണ്ടായിരുന്നു, എനിക്ക് നന്നായിട്ട് ഇതിൽ സംസാരിക്കാൻ കഴിയുമെന്നുള്ളത്. തീർച്ചയായിട്ടും അങ്ങനെ തന്നെ വേണം. കാരണം കരിയർ എന്ന് പറയുന്നതാണ് എല്ലാവർക്കും മുഖ്യം. ആസ് എ പാരന്റ് എന്ന രീതിയിൽ ഞാനും ഇന്ന് കേൾക്കുന്ന ഒരുപാട് ശ്രോതാക്കളും സ്വന്തം മക്കളുടെ വിദ്യാഭ്യാസവും ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളും മറ്റുള്ളവർ എന്ത് പറയുന്നു, വിദ്യാസമ്പന്നരായ ആളുകൾ എന്ത് പറയുന്നു, അനുഭവസ്ഥർ എന്ത് പറയുന്നു എന്ന് കേൾക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. സോ ഞങ്ങളോടൊപ്പം ചേർന്നിരിക്കുന്ന പ്രിയ ശ്രോതാക്കളെ നിങ്ങൾക്ക് കേൾക്കാം. ഇപ്പോൾ എന്നോട് സംസാരിക്കുന്നത് ഡോക്ടർ ജേക്കബ് സാറാണ്. 44 വർഷത്തെ അധ്യാപകനായി തുടരുന്ന വ്യക്തിയാണ്. നിങ്ങളുടെ കുട്ടികളുടെ കരിയർ സംബന്ധിച്ച്, വിദ്യാഭ്യാസത്തിനെ കുറിച്ച്, കരിയറിനെ കുറിച്ച്, വരാനിരിക്കുന്ന ടെക്നോളജിയെ കുറിച്ച്, ഇനി എന്ത് പഠിക്കണം എന്ന സംശയത്തെ കുറിച്ച് എല്ലാം നിങ്ങൾക്ക് ചോദിക്കാം. അപ്പോൾ വിളിക്കേണ്ട ടോൾ ഫ്രീ നമ്പർ ഇൻസൈഡ് UAE 8001476. UAE പുറത്തു നിന്നാണെങ്കിൽ വിളിക്കാം 009715082811476. യെസ് സർ, പറയൂ. സാറിന്റെ അധ്യാപക വർഷത്തെ പരിജ്ഞാനവും ആ ഒരു അനുഭവ സമ്പത്തും ഒക്കെയും ആദ്യം തന്നെ ഒന്ന് കേൾക്കട്ടെ. ഗുഡ് ആഫ്റ്റർനൂൺ ഓൾ. ഞാൻ 14 വർഷത്തെ കേരളത്തിലെ അധ്യാപക ജോലി നേടിയതിന് ശേഷമാണ് ഞാൻ 1993 ഞാൻ UAE കാലുകുത്തുന്നത്. ഒരു ചെറിയ സ്ഥാപനത്തിലായിരുന്നു ഞാൻ വന്നത്. എൻ്റെ സബ്ജക്റ്റ് മാത്തമെറ്റിക്സ് ആണ്. അതിന് 2 വർഷം കഴിഞ്ഞ് എനിക്ക് ആ സ്കൂളിൻ്റെ തന്നെ ഹെഡായിട്ട് ജോലി ചെയ്യാൻ സാധിച്ചു. ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് ഇന്ന് വരെയും ഞാൻ ആ ജോലി തുടരുകയാണ്. ഇവിടെ ആദ്യം ഞങ്ങളുടെ കാലത്ത് വിദ്യാഭ്യാസം ഏത് രീതിയിൽ പോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ഡിഗ്രി സമ്പാദിക്കുക, ഡിഗ്രി കയ്യിൽ കിട്ടിയതിന് ശേഷമാണ് ജോലിയെക്കുറിച്ച് ചിന്തിക്കുന്നത്. ഇന്നത്തെ ന്യൂ ജെൻ അതല്ല ചിന്തിക്കുന്നത്. ജെൻസി കാലഘട്ടത്തിലുള്ള കുഞ്ഞുങ്ങൾ ചിന്തിക്കുന്നത്, ഞാൻ എപ്പോഴും ജോലിക്ക് പ്രവേശിക്കണം, ഏതൊക്കെ രീതിയിൽ എനിക്ക് സമ്പാദിക്കാം, അതനുസരിച്ച് എനിക്ക് വിദ്യാഭ്യാസം ചെയ്ത് മുന്നോട്ട് പോകാം എന്നുള്ളതാണ് ആദ്യത്തെ ഒരു വ്യത്യാസം. UAE-ലും അന്നത്തെ കാലഘട്ടത്തിലും ഇന്ത്യയിലെ വിദ്യാഭ്യാസ സമ്പ്രദായവും UAE-ലെ വിദ്യാഭ്യാസ സമ്പ്രദായവും ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ട്, വ്യത്യാസങ്ങളുണ്ട് എന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞാല് നമ്മുടെ കേരളത്തിലാണെങ്കിൽ തൊഴിലധിഷ്ഠിതമായ വിദ്യാഭ്യാസം ഇപ്പോഴും മുന്നേക്ക് വരുന്നത് വളരെ കുറച്ച് സ്ഥലങ്ങളിൽ മാത്രമാണ്. പക്ഷേ തൊഴിലധിഷ്ഠിതമായ വിദ്യാഭ്യാസം ഒരുപാട് ഉന്നമനത്തിൽ, അതായത് വിദ്യാഭ്യാസത്തിന്റെ തന്നെ പല തട്ടിലേക്ക് കുട്ടികളെ തരംതിരിക്കുന്ന രീതിയിലും അത് വിദ്യാഭ്യാസം കഴിഞ്ഞാൽ ഒരു ജോലി നേടുന്നതിൽ അവരെ പ്രാപ്തരാക്കുകയും ചെയ്യുന്നതാണ്. അതിനെക്കുറിച്ച് സാറിന് എന്താണ് അഭിപ്രായം, തൊഴിലധിഷ്ഠിതമായിട്ടുള്ള വിദ്യാഭ്യാസത്തിനെ കുറിച്ച്? തീർച്ചയായിട്ടും തൊഴിലധിഷ്ഠിതമായ വിദ്യാഭ്യാസമാണ് നൽകേണ്ടത്. അതിന് CBSE അല്ലെങ്കിൽ NCERT കരിക്കുലത്തിനൊരു മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ന്യൂ എഡ്യൂക്കേഷൻ പോളിസി NEP 2020 അതിൻ്റെ വ്യത്യാസങ്ങൾ വരുത്തിയിട്ടുണ്ട്. നേരത്തെയുള്ള വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടാണ് ആ രീതി ഉൾക്കൊള്ളുന്നത്. അത് ഞങ്ങളിലേക്കും അല്ലെങ്കിൽ ഓരോ സ്കൂളിലേക്കും അതിനെ വ്യാപിപ്പിക്കുന്നുണ്ട്. എന്നാലും തൊഴിലവസരങ്ങൾ, നമുക്കൊരു ജോലി 95% വിദ്യാർത്ഥികളും ഈ പഠിക്കുന്നവർ ആദ്യം ചിന്തിക്കുന്ന നല്ലൊരു വിദ്യാഭ്യാസം കിട്ടിക്കഴിഞ്ഞാൽ സമൂഹത്തിൽ മാന്യമായി ജോലി ചെയ്ത് സമ്പാദിച്ച് ഒരു ജീവിതം പുലർത്താമെന്ന് ചിന്തിക്കുന്നവരാണ്. അതിനുള്ള സാഹചര്യങ്ങളെല്ലാം കഴിഞ്ഞ വർഷങ്ങളെക്കാളും ഒരു 5 വർഷത്തെ മുൻപത്തേക്കാളും ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ അതിന് വ്യത്യാസം വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും ഈ ഒരു ജോലി നേടാൻ വേണ്ടിയിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ വിദ്യാഭ്യാസം കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. പണ്ട് അങ്ങനെയല്ല സാർ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടൊരു കരിയർ ആണ് പണ്ട് ഉണ്ടായിരുന്നത്. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല, എല്ലാം പ്രൊഫഷണൽ കോഴ്സുകളിലേക്ക് മാറിയിട്ടുണ്ട്. ആദ്യമൊക്കെ ഈ ഹോട്ടൽ മാനേജ്മെന്റ് കോഴ്സുകളുടെ ഒരു പേരേ നമുക്ക് സൊസൈറ്റിയിൽ ഉണ്ടായിരുന്നില്ല.
ഇതൊക്കെ ഓരോരുത്തരുടെ പാഷനെ ഫോളോ ചെയ്തായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പൊ നമുക്ക് എന്തെങ്കിലും ഒരു ജോലിക്ക് ഒരു 5 സ്റ്റാർ ഹോട്ടൽ അല്ലെങ്കിൽ 7 സ്റ്റാർ ഹോട്ടലിലൊക്കെ ജോലിക്ക് പോവുകയാണെങ്കിൽ നമ്മൾ എന്തൊക്കെ സർട്ടിഫിക്കേഷൻസ് എടുത്തിട്ടുണ്ട്, ആ ജോലി ചെയ്യാൻ പോകുന്ന ജോലി മേഖലയിലുള്ള സർട്ടിഫിക്കേഷൻസിന്റെ എണ്ണവും നമ്മുടെ എക്സ്പീരിയൻസും സാലറി എന്തായാലും ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പൊ തീർച്ചയായിട്ടും ഗൾഫ് മലയാളികളായിട്ടുള്ള ഒരുപാട് പേര് എക്സ്പെക്ട് ചെയ്യുന്നത് തന്റെ ഫാമിലിയിൽ ഉള്ള നമ്മുടെ കുട്ടികളെല്ലാം തന്നെയും ഒരു എന്താ പറയാ നല്ല നിലയിലുള്ള ഒരു ജോലി നേടുക, ഇവിടെ സെറ്റിൽ ആവുക എന്നാണ്. അപ്പോൾ എന്നെ കേൾക്കുന്ന പല ശ്രോതാക്കളുടെയും ഫാമിലി ചിലപ്പോ നാട്ടിലായിരിക്കാം, ചിലപ്പോ ഇവിടെ തന്നെ സെറ്റിൽ ആയിട്ടുണ്ടാവാം, പക്ഷെ ഇപ്പോൾ പഠിക്കുന്നുണ്ടാവാം. അത് കഴിഞ്ഞതിന് ശേഷം +2 കഴിഞ്ഞതിന് ശേഷം നെക്സ്റ്റ് എന്താണ് ചൂസ് ചെയ്യേണ്ടത്, ജോബ് ഓറിയന്റഡ് ആയിട്ട് എന്ത് കോഴ്സ് ആണ് പഠിക്കേണ്ടത്, അല്ലെങ്കിൽ അവരുടെ താല്പര്യങ്ങൾ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്, ആസ് എ പാരന്റ് എന്ന രീതിയിൽ സാറിന് അവരെങ്ങനെ ഒന്ന് ഹെൽപ്പ് ചെയ്യാനായിട്ട് പറ്റും? അതെ, നല്ലൊരു ചോദ്യമാണ് പ്രീമ ഇപ്പോഴെന്നോട് ചോദിച്ചത്. ഇവിടെ കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ ആണെങ്കിൽ UAE വരണമെങ്കിൽ എന്തൊക്കെയാണ് ജോലി സാധ്യത എന്നൊരു ചോദ്യം ചോദിക്കുമായിരുന്നു. അന്നും ഞാൻ അതിന് ആൻസർ കൊടുത്തു. ഇന്ന് അതിനൊരു മാറ്റം സംഭവിച്ചിട്ടുണ്ട്. എൻ്റെ പാഷൻ എന്താണ്, എനിക്ക് ഏത് ഫീൽഡിലാണ് താല്പര്യം, അത് ഇന്ന് UAE ഉണ്ട് എന്നുള്ളതാണ്. ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ ഒരു 3 വർഷം മുന്നേ ഇവിടെ കുട്ടികൾ കൊമേഴ്സ് സ്റ്റുഡൻറ്റിനായിരുന്നു, കൊമേഴ്സ് സീറ്റിനായിരുന്നു ഏറ്റവും കൂടുതൽ തിരക്ക് വന്നിരുന്നത്. അത് മാറി, ഇപ്പോൾ വീണ്ടും അത് സയൻസ് സ്ട്രീമിലേക്ക് മാറി. കാലഘട്ടത്തിനനുസരിച്ച് കുട്ടികൾ അത് മാറ്റുന്നുണ്ട്. ഇവിടെ എൻ്റെ രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ടത്, എൻ്റെ കുട്ടിക്ക് ഏത് ജോലിക്ക് വേണം എന്ന് ചിന്തിക്കുന്നതിന് പകരം എൻ്റെ കുട്ടിയുടെ കഴിവെന്താണ് എന്ന് മനസ്സിലാക്കിയാൽ ആ കുട്ടിയെ ആ രീതിയിൽ പ്രാഗൽഭ്യം നേടാനായിട്ട് നമ്മൾ ശ്രമിക്കണം. ഉദാഹരണത്തിന്, നല്ലവണ്ണം സംസാരിക്കുന്ന ഒരു കുട്ടിയാണ്, കൺവിൻസിങ് പവർ, ഒരാളെ പറഞ്ഞ് കൺവിൻസ് ചെയ്യാനുള്ള കഴിവുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ കുട്ടിയെ സയൻസ് സ്ട്രീമിലേക്ക് പോകുന്നതിന് പകരം കൊമേഴ്സിലേക്ക് പോയി അതിന് ഉള്ള ഫീൽഡിലേക്ക്, മാർക്കറ്റിംഗ് ഫീൽഡിലേക്ക് കുട്ടിയെ വിടാം. ആ രീതിയിൽ നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. പിന്നെ വരുന്നത് AI ആണ്. നമ്മളോടൊപ്പം ഒരു കോളർ ജോയിൻ ചെയ്യുന്നുണ്ട്, നമുക്കൊന്ന് സംസാരിച്ചാലോ? ഓക്കെ. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. ഗുഡ് ആഫ്റ്റർനൂൺ. ഗുഡ് ആഫ്റ്റർനൂൺ. ആരാ യെസ്, സംസാരിക്കുന്നത്? ഗുഡ് ആഫ്റ്റർനൂൺ. ഫക്രുദ്ദീനാണ്. പറഞ്ഞോളൂ. ഇപ്പൊ എന്താ വെച്ചാൽ നാട്ടിലൊക്കെ പോയി ഞാൻ പൊതുവെ കണ്ടെന്താ വെച്ചാൽ ആ പരിസരത്തിലൊരു കുട്ടികൾ, കൂടെ പഠിക്കുന്ന കുട്ടികൾ, അവര് എന്താണോ അവരുടെ ടേസ്റ്റ് അതിനനുസരിച്ച് കുട്ടികൾ പോകുന്നൊരു രീതിയെ കണ്ടു. ഇപ്പൊ കുറച്ചു കാലം മുമ്പ് വരെ വിദേശത്ത് പോയിട്ടുള്ള MBBS പഠനത്തിന് കണ്ടമാനം കുട്ടികൾ എന്റെയൊക്കെ പരിസരത്ത് നിന്ന് പോയിട്ടുണ്ട്. പക്ഷെ കുട്ടികളിപ്പോ പിന്നെ കുട്ടികളെ പഠിക്കുമ്പോ അവരുടെ താല്പര്യങ്ങൾക്ക് മുൻഗണന കൊടുക്കുന്നതല്ലേ നല്ലത്, അതോ നമ്മളായിട്ട് അവർക്ക് ചൂസ് ചെയ്ത് കൊടുക്കണോ? ഫക്രുദ്ദീൻ, ഞാൻ അതാണ് പറഞ്ഞത്. ഫക്രുദ്ദീൻ ചെയ്യേണ്ടത് മകളോ മകനോ ആ കുട്ടിയുടെ താല്പര്യം എന്താണ് അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ഇപ്പോഴ് ഫക്രുദ്ദീൻ പിതാവ് ഇവിടെ ആയതുകൊണ്ട് മാതാവാണ് അതിനെ മുൻകൈ എടുക്കേണ്ടത്. എൻ്റെ കുട്ടി, അത് ആൺകുട്ടിയായിരുന്നാലും പെൺകുട്ടിയായിരുന്നാലും, ആ കുട്ടിക്കുണ്ട് ടേസ്റ്റ് എന്താണ്, ആറ്റിറ്റ്യൂഡ് എന്താണ്. അപ്പോൾ ആ കുട്ടിക്ക് വളരെ നല്ല രീതിയിൽ പ്രാക്ടിക്കൽസ് ചെയ്യാൻ സാധിക്കുന്നു, വരയ്ക്കാൻ സാധിക്കുന്ന കുട്ടികളാണെങ്കിൽ നമ്മൾ അതനുസരിച്ച് കുട്ടിയെ തിരിച്ചുവിടണം. അതെന്ന് പറഞ്ഞാൽ കുട്ടിയുടെ കഴിവനുസരിച്ച് നമ്മൾ പഠിപ്പിച്ച് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ UAE എന്ന് പറയുന്ന രാജ്യം തീർച്ചയായിട്ടും അതിനുള്ള എല്ലാ സാഹചര്യങ്ങളും ഇവിടെയുണ്ട്. നമ്മൾ അതാണ് ആദ്യം നോക്കേണ്ടത്. പഠിക്കുന്ന കുട്ടിയുടെ അല്ലെങ്കിൽ സുഹൃത്തുക്കൾ എന്ത് പഠിക്കുന്നു അതനുസരിച്ച് എനിക്കും പഠിക്കാം എന്നുള്ള കാലങ്ങളെല്ലാം കഴിഞ്ഞു പോയി. അതൊക്കെ കഴിഞ്ഞു. എനിക്കെന്താകാൻ സാധിക്കും എന്ന് ശ്രമിക്കണം. അത് മാതാപിതാക്കളും കൂടെ അതിനുവേണ്ടി ശ്രമിക്കണം, മനസ്സിലാക്കണം. സാർ, അത് ഫക്രുദ്ദീനൊക്കെ പറഞ്ഞതിന് മറ്റൊരു കൺസേൺ ഇതാണ്. അതായത് ഇപ്പൊ നമ്മൾ കുട്ടികളുടെ താല്പര്യത്തിന് പഠിക്കാനായിട്ട് വിടുന്ന സാഹചര്യത്തില് ചിലപ്പോൾ ഫ്യൂച്ചർ എങ്ങനെയായിരിക്കും, ഇങ്ങനെയായിരിക്കും എന്നൊരു പ്രഡിക്ഷൻ ചെയ്യാൻ ചിലപ്പോൾ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു പാരന്റ് കഴിഞ്ഞെന്നിരിക്കാം. അപ്പൊ നീ അത് പഠിച്ചു കഴിഞ്ഞാൽ സ്കോപ്പ് കുറവാണ്. അപ്പൊ അതുകൊണ്ട് ആസ് എ പാരന്റ് എന്ന രീതിയിൽ ഞാൻ പറയുന്ന അല്ലെങ്കിൽ ഞാൻ ചൂസ് ചെയ്യുന്ന കോഴ്സ് പഠിക്കൂ, നിനക്ക് അതിൽ ഫ്യൂച്ചർ ഉണ്ടാകും എന്ന് പറയുന്ന ഒരു തലമുറ, ഒരു പാരന്റ്സും കൂടെ ഉണ്ട്. മേ ബി അതുകൊണ്ടായിരിക്കാം അങ്ങനെ ഒരു കൺസേണും അങ്ങനെ ഒരു ചോദ്യവും റേസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് കുറച്ചു കാലങ്ങൾക്ക് മുന്നേ നമുക്ക് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ഇന്ന് അതല്ല. ഏത് ഫീൽഡിലാണെന്ന് കുട്ടികൾക്ക് കഴിവുണ്ടോ ആ രീതിയിൽ വളർന്നു വന്നു കഴിഞ്ഞാൽ, പക്ഷെ പ്രാഗൽഭ്യം നേടണം. ഏത് ഫീൽഡിലായിരുന്നാലും പ്രാഗൽഭ്യം നേടിക്കഴിഞ്ഞാൽ ഇന്ന് കുട്ടിക്ക് ക്രിയേറ്റിവിറ്റി ഉള്ള ഒരു കുട്ടിയാണെങ്കിൽ കണ്ടന്റ് ക്രിയേഷൻ,
അതിൽ പോകാം. ബ്ലോഗിങ്ങിന് പോകാൻ സാധിക്കുന്നു കുട്ടികൾ. ഫോട്ടോഗ്രാഫിക്ക് താല്പര്യമുണ്ടെങ്കിൽ അതിലൊക്കെ കുട്ടികൾ കാശുണ്ടാക്കുന്നുണ്ട്. കാശാണ്. അപ്പോൾ എല്ലാത്തിനും സ്കില്ലാണ് ഏറ്റവും പ്രധാനം. പ്രാഗൽഭ്യമുണ്ടോ ഇന്ന് നമുക്കത് നേടാൻ സാധിക്കും. എന്നാൽ കുട്ടികൾക്ക് പറഞ്ഞ് മനസ്സിലാക്കേണ്ട മാതാപിതാക്കളുടെ ഒരു കടമയും കൂടെയാണ് എന്ന് ഞാൻ പറയുന്നു. തീർച്ചയായിട്ടും. ഓക്കെ ഡോക്ടർ. അതുപോലെ തന്നെയാണ് നമ്മുടെ ഈ AI ടെക്നോളജി വരുന്ന തലമുറയ്ക്ക് എത്രത്തോളമാണ് ഒരു ഇമ്പാക്ട് ഉണ്ടാക്കുന്നത് അവരുടെ വിദ്യാഭ്യാസത്തിനും അവരുടെ കരിയറിനും ഒക്കെയും തന്നെ. AI ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഇന്ന് എത്തിപ്പെടാത്ത മേഖലകളില്ല. ഇന്ന് അധ്യാപകർ കുട്ടിയോട് ഒരു പാസേജ് തയ്യാറാക്കുക എന്ന് പറഞ്ഞാൽ അധ്യാപകരെക്കാളും നല്ല ലാംഗ്വേജിൽ കുട്ടികളെ കൊണ്ടുവരും. ജസ്റ്റ് ChatGPT അടിച്ചു കഴിഞ്ഞാൽ കുട്ടികൾക്ക് കിട്ടുകയാണ്. അപ്പൊ ഏത് ഫീൽഡിലും ഒരു ഉദ്യോഗാർത്ഥി വന്നു കഴിഞ്ഞാൽ ഒരു നല്ല റെസ്യൂം തയ്യാറാക്കണമെങ്കിൽ ജസ്റ്റ് ഗീവ് ദ ഡീറ്റെയിൽ. നമ്മുടെ ഐഡിയ കൊടുത്തു കഴിഞ്ഞാൽ കംപ്ലീറ്റ് വരികയാണ്. ഒരു പവർ പോയിന്റ് പ്രസന്റേഷൻ നടത്തണമെങ്കിൽ ഇന്ന് അതിനെല്ലാം സാധ്യത ഇന്ന് ആപ്ലിക്കേഷൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ സ്കിൽ എന്തുണ്ടോ അതനുസരിച്ചിരിക്കും നമ്മുടെ കഴിവിനെ ഒരു ജോലി സാധ്യത എന്ന് പറയുന്നത്. ഇന്ന് എല്ലാ ഫീൽഡിലും ഞാൻ പറയുന്നത് എൻ്റെ മക്കൾക്ക് എന്ത് കഴിവുണ്ടെങ്കിലും അതിൻ്റെ പാരമ്യത്തിലേക്ക് എത്തിയാൽ അത് ജോലി സാധ്യത ഇന്നത്തെ നിലവിൽ അതുണ്ട് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഇന്നത് എന്ന് ഞാൻ പറയുന്നില്ല. കുട്ടിയുടെ ടേസ്റ്റ് അത് ഏതാണ്, എഞ്ചിനീയറിംഗ് ആണോ, പെട്രോളിയം എഞ്ചിനീയറിംഗ് ആൻഡ് കെമിക്കൽ എഞ്ചിനീയറിംഗ്, അതിൻ്റെ സാധ്യതകൾ ധാരാളമാണ്. ആർക്കിടെക്ട് അതുണ്ട്. ഇനി ചില സമയത്ത് ഒരു സാച്ചുറേറ്റഡ് പോയിന്റ് വരുത്തി. ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എന്ന് പറയുന്നത് AI പഠിക്കണം, അതുപോലെ സൈബർ സെക്യൂരിറ്റി. അത് 2 വർഷം കഴിയുമ്പോൾ സൈബർ സെക്യൂരിറ്റി എന്ന് പറയുന്നത് സാച്ചുറേറ്റഡ് ആകും. ഇന്ന് UAE ഡെന്റിസ്ട്രി അത് ഏകദേശം സാച്ചുറേറ്റഡ് ലെവലിൽ നിൽക്കുകയാണ്. കുറച്ച് കാലങ്ങൾക്ക് മുന്നേ പ്രേമിക്കറിയാമോ, കുറച്ച് കാലങ്ങൾക്ക് മുന്നേ എഞ്ചിനീയേഴ്സ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കളിക്കും, തമാശ കൂടെ പറയും, ഒരു കല്ലെടുത്ത് ഇട്ടാൽ അത് ചെന്ന് വീഴുന്ന ഒരു എഞ്ചിനീയറുടെ ദേഹത്താണെന്ന് പറഞ്ഞ് നമ്മൾ തമാശ പറയാറുണ്ട്. എന്ന് പറഞ്ഞാൽ അത്രത്തോളം ആൾക്കാർ വന്നു. ഒരു കാലത്ത് ഒരു ട്രെൻഡ് ആയിരുന്നു. ഇന്ന് അത് സാച്ചുറേറ്റഡ് ലെവലാണ്. പക്ഷെ നമ്മുടെ മാതാപിതാക്കൾ സാധാരണ ഇപ്പൊ ബിടെക് എന്ന് പറഞ്ഞാൽ ഒരു പ്രൊഫഷണൽ കോഴ്സ് ആയിക്കൊണ്ടിരുന്നിടത്ത് ഇപ്പൊ സാധാരണ ഒരു കോഴ്സായി മാറിക്കൊണ്ടിരിക്കുകയാണ് ബിടെക് എന്ന് പറഞ്ഞാൽ. കാരണം ഏത് മേഖല, മാർക്കറ്റിംഗ് ആയാലും ശരി തന്നെയാണ്, അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയാ മീഡിയയിലായാലും ബിടെക് കഴിഞ്ഞവർ എവിടെയും ഉണ്ട് എന്ന് പറയാം. സാറ് പറഞ്ഞത് വളരെ ശരിയാണ്. ഓരോ ടൈമിലും ഓരോ കോഴ്സിനാണ് ഓരോ ട്രെൻഡ് നിൽക്കുന്നത്. കുറച്ച് കഴിയുമ്പോഴത്തേക്കും അത് മങ്ങുന്നു, അടുത്തൊരു ഇത് വരുന്നു. പക്ഷെ ട്രെൻഡിനനുസരിച്ച് പോയി അപ്ഡേറ്റ് ആയിക്കൊണ്ടേ ഇരിക്കുക. ഇപ്പൊ ഏത് മേഖലയിലാണ് അവിടെ അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കുക, സർട്ടിഫിക്കേഷൻസ് എടുത്തുകൊണ്ടിരിക്കുക. അപ്പൊ അതിനനുസരിച്ച് മുന്നോട്ട് വരാനായിട്ട് സാധിക്കും. ചിലപ്പോ എനിക്കൊരു സംശയം എന്ന് പറയുന്നത് ഗൾഫില് ഇപ്പോ ഏറ്റവും കൂടുതൽ ജോലി സാധ്യതയുള്ളത് ഏത് മേഖലകളിലൊക്കെയുമാണ്? അതിനും ഞാൻ പറയുന്ന ആൻസർ, എൻ്റെ കുട്ടി ഏതിനാണോ കഴിവുണ്ട് അതിനിന്ന് UAE അതിൻ്റെ ചാൻസ് ഉണ്ട്. ടെക്നോളജി പരമായിട്ട്, AI പരമായിട്ടാണെങ്കിൽ അതങ്ങനെ ഉണ്ടാകുന്നുണ്ട്. ഇനി മെഡിക്കൽ ലൈനാണെങ്കിൽ ഹെൽത്ത് കെയർ, ആ ഭാഗത്ത് ഒരുപാട് സാധ്യതകളുണ്ട്. അപ്പോൾ ഡോക്ടേഴ്സ് ഫുള്ളായി കഴിഞ്ഞാൽ പിന്നെ നഴ്സിംഗ് ലൈൻ, സപ്പോർട്ടിംഗ് സ്റ്റാഫ്, പാരാമെഡിക്കൽസ്, അതിൻ്റെയൊക്കെ സാധ്യതയുണ്ട്. ഇവിടെ ലോയേഴ്സ് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ലോയറിൻ്റെ വേക്കൻസി ഇവിടെ ഉണ്ടാകാറില്ല. കാരണം ഇവിടുത്തെ ലോയേഴ്സ് എന്ന് പറഞ്ഞാൽ ലോക്കൽസ് തന്നെയാണ് ഇത് വാദിക്കാൻ പോകുന്നത്. പിന്നെ ഇവിടുത്തെ ലോയേഴ്സ് നാട്ടിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ അവർ ലോയർ ഓഫീസിൽ അസിസ്റ്റ് ചെയ്യും. എന്നാൽ ഓഫീസുകളിൽ പോയിട്ട് വലിയ വലിയ ഓഫീസിലൊക്കെ പോയി കഴിഞ്ഞാൽ അവർക്ക് ലീഗൽ അഡ്വൈസറായിട്ട് ഇരിക്കാൻ സാധിക്കും. അതാണ് അതല്ലാതെ വലിയൊരു രീതിയിൽ ഒരു പ്രൊഫഷണൽ ഒരു ഇംപ്രൂവ്മെന്റ് ഇവിടെ നമ്മുടെ സാധ്യത കുറവാണ്. അതല്ലാണ്ട് മറ്റെല്ലാ പ്രൊഫഷണൽസും മറ്റെല്ലാ മേഖലകളിൽ വർക്ക് ചെയ്യുന്നവർക്കും ഇവിടെ ജോലി സാധ്യത എപ്പോഴും അവൈലബിൾ ആണെന്നാണ് സാറ് പറയുന്നത്. അപ്പോ സാറിന്റെ കരിയറിൽ സാറിന് നമ്മൾ ഒരുപാട് പേരുടെ മുഖം സാറിന്റെ മനസ്സിൽ നിന്ന് മിന്നിമാൻ ഇങ്ങനെ പോകുന്നുണ്ടാവും ഞാൻ ഈ ചോദ്യം ചോദിക്കുമ്പോൾ. എന്നാലും പറയുകയാണ്, എടുത്തു പറയാവുന്ന എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ് ഉണ്ടാകുമോ? അത് ഇങ്ങനെ കുട്ടികളുമായിട്ടുള്ള റിലേഷനെ കുറിച്ചാണോ പറയുന്നത്? ഇതെന്റെ 33ാമത്തെ വർഷമാണ് ഇതേ സ്കൂളിൽ ഇതേ കസേരയിൽ. അത് ഇരിക്കുക എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്നൊരു നേട്ടം, ഞാൻ പഠിപ്പിച്ച കുഞ്ഞുങ്ങൾ എന്ന് ഞാൻ പഠിപ്പിക്കുന്നുണ്ട്. അതൊരു ഭാഗ്യമായിട്ട് കാണുന്ന ഒരാളാണ് ഞാൻ. വിശ്വസിക്കുന്നത് ഞാൻ ഈ കസേരയിൽ ഇരിക്കുന്നത്, ഈ ഓഫീസിൽ ഇരിക്കുന്നത് എൻ്റെ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് എന്നൊരു തോന്നൽ എനിക്കുണ്ട്.
അത്രത്തോളം ഞാൻ കുട്ടികളെ സ്നേഹിക്കുന്നു. കുട്ടികളും അങ്ങനെയാണ്. എൻ്റെ ഓഫീസ് എപ്പോഴും ഓപ്പണാണ്. ഏത് ഗസ്റ്റ് വന്നാലും എൻ്റെ ഒരു കുട്ടി ഇന്ന് 5th സ്റ്റാൻഡേർഡ് പഠിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ അവർ ഓഫീസിലേക്ക് ധൈര്യമായിട്ട് വരും. അങ്ങനെ ഡയറക്റ്റ് കുട്ടികളുമായിട്ടുള്ള ബന്ധം ഞങ്ങളുടെ അഡ്മിൻ, വൈസ് പ്രിൻസിപ്പളും അക്കാഡമിക് കോർഡിനേറ്റർ, ഞങ്ങൾ എല്ലാവരും ആ രീതിയിലാണ് ബന്ധപ്പെടുന്നത്. അപ്പോൾ അത് ഒരു ഫാമിലി സെറ്റപ്പാണ് ഞങ്ങളുടെ ഈ സ്കൂളിൽ ഞങ്ങൾ കൊടുക്കുന്നത്. ഒരുപാട് അനുഭവങ്ങളുണ്ട്. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഓരോ കുട്ടികൾ ഞങ്ങളെ കാണാൻ വരുമ്പോഴുണ്ടാകുന്ന ഒരു സന്തോഷം, അത് തന്നെയാണ് കിട്ടുന്ന ഏറ്റവും വലിയൊരു അവാർഡായിട്ട് ഞാൻ കാണുന്നത്. കുട്ടികളുടെ സ്നേഹം ഞങ്ങൾ വാങ്ങാറുണ്ട്. താങ്ക് യു സോ മച്ച് സർ. അപ്പൊ ശരിക്കും ഇവിടെ നിന്ന് പഠിച്ചിറങ്ങുന്ന കുട്ടികൾ, പ്രത്യേകിച്ച് ഗൾഫിൽ നിന്ന് ഗൾഫ് സ്കൂളുകളിൽ പഠിച്ചിറങ്ങുന്ന കുട്ടികൾക്ക് താല്പര്യം മോസ്റ്റ് പ്രോബബ്ലി ഏത് പ്രൊഫഷനോടായിരിക്കും? മെഡിക്കൽ ആണോ, IT ആണോ, മാർക്കറ്റിംഗ് അത് ആണോ? മെയിനായിട്ട് രണ്ടായിട്ടാണ് തിരിക്കുന്നത്. സയൻസ് എടുക്കുന്ന കുട്ടികൾ ഇപ്പോൾ എഞ്ചിനീയറിങ്ങിന് അങ്ങനെ പോകാറില്ല. അവർ മെഡിക്കൽ കോഴ്സുകൾക്കാണ്. കേരളത്തിലോ അല്ലെങ്കിൽ ഇന്ത്യയിൽ മെഡിക്കൽ കോഴ്സിനൊക്കെ സാമ്പത്തിക വളരെ ഭാരമാണ് പേരൻസിന് കിട്ടുന്നത്. അതുകൊണ്ട് അവർ ഈസ്റ്റേൺ യൂറോപ്പ് കൺട്രീസിലും യൂറോപ്യൻ കൺട്രീസിലൊക്കെ കുട്ടികൾ പോകുന്നുണ്ട്. ഇപ്പോൾ മെഡിക്കലിലേക്ക് കുറച്ച് പോകുന്നു. പക്ഷേ യൂറോപ്യൻ കൺട്രീസിൽ എഞ്ചിനീയറിങ്ങിന് കോഴ്സിന് പോകുന്ന കുട്ടികൾ വളരെ കുറവാണ്. പിന്നെ വരുന്ന 75% സ്റ്റുഡൻസും കൊമേഴ്സ് ഓപ്റ്റ് ചെയ്യുന്നു. കൊമേഴ്സ് ഓപ്റ്റ് ചെയ്താൽ ഗുണം, അവർ +2 കഴിഞ്ഞാൽ അവർ പൈസ സമ്പാദിച്ച് തുടങ്ങും. അവർക്ക് ഇത് ദുബായ് എന്ന് പറയുന്ന ആ സ്വപ്ന സ്ഥലം അല്ലെങ്കിൽ ആ എമിറേറ്റ് എന്ന് പറയുന്നത് യങ് ബ്ലഡിനെ ഇങ്ങനെ മാടി വിളിക്കുകയാണ്. അവർക്ക് സ്കിൽ മാത്രം മതി. ഡിഗ്രി രണ്ടാമതാണ്, സ്കിൽ മാത്രം. നമുക്കറിയാം 12th കഴിഞ്ഞ കുട്ടികൾ സ്വന്തമായിട്ട് ജോലി ചെയ്ത് പണം ഉണ്ടാക്കുന്നു. പണം ഉണ്ടാക്കാൻ AI മുതൽ ഇങ്ങോട്ട് എല്ലാ സാധ്യതകളും കൊമേഴ്സ് ഉണ്ട്. അതുവഴി കുട്ടികളുടെ കഴിവ് തെളിയിച്ച് മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പോൾ കൂടുതലും കുട്ടികൾ ഇവിടെ കൂടുതലും പേരും കൊമേഴ്സിനാണ് സാധ്യത. കാരണം ഒരു ലോ ഇൻകം ഗ്രൂപ്പ്, മിഡിൽ ഇൻകം ഗ്രൂപ്പ് കുട്ടികൾക്ക് പേരൻസ് ഇതിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നത് ഈ കൊമേഴ്സ് സ്ട്രീം പോകുന്ന കുട്ടികളാണെന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. തീർച്ചയായിട്ടും. ഇപ്പൊ സാർ ഇത് പറഞ്ഞതുകൊണ്ട് ഞാൻ ചോദിക്കുവാണ്, AI തരംഗം എന്തായാലും ഇനി വരുന്ന കാലഘട്ടങ്ങളിൽ ഒരു ട്രെൻഡിങ് തീർച്ചയായിട്ടും സൃഷ്ടിക്കും. അപ്പോൾ നമ്മുടെ പാഠ്യവിഷയങ്ങളിൽ AI കൂടെ ഉൾപ്പെടുത്തുന്നതിനെ കുറിച്ച് എന്തെങ്കിലും സംസാരമോ അല്ലെങ്കിൽ ഉണ്ടാകാനുള്ള സാധ്യതയോ ഉണ്ടോ? ഉണ്ട്, സാധ്യതയുണ്ട്. CBSE അതിനെക്കുറിച്ച് പഠനം നടത്തി ഞങ്ങൾക്ക് അതിൻ്റെ വർക്ക്ഷോപ്പും കാര്യങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ AI ഉള്ള മറ്റ് സയൻസ് സ്ട്രീം STEM പ്രോഗ്രാമുണ്ട്. പ്രാക്ടിക്കൽസ് ഒക്കെ നമ്മൾ AI വെച്ചിട്ടുള്ള പ്രോഗ്രാംസ് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ കമ്പ്യൂട്ടർ ലാബ് AIക്ക് വേണ്ടി സെപ്പറേറ്റ് വെക്കുന്നുണ്ട്. പക്ഷേ പാഠ്യവിഷയത്തിൽ എങ്ങനെ ഉപയോഗപ്പെടുത്തുമെന്ന് ചോദിച്ചാൽ നമ്മുടെ കുഞ്ഞുങ്ങൾ അവരുടെ വർക്ക് ഇപ്പോൾ വളരെ കുറവാണ്. നമ്മുടെയൊക്കെ സമയത്ത് ഒരു റിസർച്ച് നടത്തിയതിന് ശേഷം മാത്രമേ ഒരു എസ്സേ എഴുതാനൊക്കെ ഉള്ളൂ. ലൈബ്രറിയിൽ പോയിരുന്ന് ബുക്ക് റെഫർ ചെയ്ത്. ഇന്ന് അതല്ല, ടീച്ചർ പറയുന്നു, വളരെ ഭംഗിയായിട്ട് കുട്ടി അതിൻ്റെ എസ്സേയുമായിട്ട് വരികയാണ് അല്ലെങ്കിൽ പ്രോജക്റ്റുമായിട്ട് വരികയാണ്. അതൊക്കെ AI ഉപയോഗിക്കുമ്പോൾ എനിക്ക് അതിനോട് വലിയ താല്പര്യമില്ല. കാരണം കുട്ടികൾ പഠിക്കേണ്ടത് പഠിച്ചു തന്നെ തീരണം. അതേസമയം അതിനുശേഷം ജോലി സാധ്യതയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ പൈസ സമ്പാദിക്കുന്നതിന് വേണ്ടി AI സാധ്യത അവർക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ്. താങ്ക് യു സോ മച്ച്. ആൻഡ് കരിയർ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് നമ്മുടെ ഈ ഹയർ സ്റ്റഡീസിന് വേണ്ടി ഒരു കോളേജ് ജോയിൻ ചെയ്യുന്നുണ്ട്. നമുക്കൊന്ന് സംസാരിക്കാം. ഹലോ, നമസ്കാരം, ഗുഡ് ആഫ്റ്റർനൂൺ. ഇതാരാണ്? പൂക്കോയ്ക്ക സംസാരിച്ചോളൂ. നമ്മോടൊപ്പം ഡോക്ടർ ജേക്കബ് സാറാണ്. ഈ ഗ്രാഫിക് ഡിസൈനർ ഇപ്പോ നല്ലൊരു മുന്നിട്ട് നിൽക്കുന്ന ഒരു ജോലി സാധ്യതയുള്ള ഒരു ഇതാണല്ലോ, ഫീൽഡാണല്ലോ. അപ്പോ ഈ AI സംവിധാനം വന്നതോടുകൂടി അതിന്റെ മൂല്യം പോകുന്നു പറയുന്നു. അപ്പൊ അതിലേക്ക് വിദ്യാർത്ഥികൾ അതിലേക്ക് തിരിയുന്നില്ല എന്നൊരു AI വന്നതോടുകൂടെ മൂല്യം ചൂഷണം സംഭവിച്ചിട്ടില്ല. പക്ഷേ ജോലികൾ എളുപ്പമായിരിക്കുകയാണ്. അതാണ് ഏറ്റവും പ്രധാനം. ഞാൻ പറഞ്ഞല്ലോ, ഒരു കുട്ടി 5th സ്റ്റാൻഡേർഡ് പഠിക്കുന്ന ഒരു കുട്ടിക്ക് ഒരു പ്രോജക്റ്റ് തീർച്ചയായിട്ടും ഗ്രാഫിക് ഡിസൈനിലേക്ക് കഴിവുണ്ടെങ്കിൽ AI എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്നുള്ള കുട്ടികൾ അത് റിസർച്ച് ചെയ്ത് കണ്ടുപിടിക്കും.
അതിനെല്ലാം ഇപ്പോൾ ക്ലോഡ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്, ഗോർക്ക് എന്ന് പറയുന്നുണ്ട്, ChatGPT. ഇതെല്ലാം അടിക്കുമ്പോൾ ഇപ്പോൾ കുട്ടി ഗ്രാഫിക് ഡിസൈൻ പഠിച്ചു, ഇത് ഏതൊക്കെ രീതിയിൽ അതിനെ മെച്ചപ്പെടുത്താമെന്ന് AI-യിൽ ഇട്ട് കഴിഞ്ഞാൽ കിട്ടും. അത് കുട്ടികൾക്ക് കിട്ടും. നമ്മെക്കാളും കൂടുതൽ കുട്ടികൾക്ക് അതിൻ്റെ അറിവുണ്ട്. ഇത് 6 മാസത്തെ കോഴ്സാണല്ലോ. അതെ, 6 മാസത്തെ കോഴ്സ് ആണെങ്കിൽ കുട്ടികൾ ഈ ഒരു കോഴ്സിന് പോകാതെ തന്നെ കുട്ടികൾ AI ഉപയോഗിച്ച് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് AI വന്നു കഴിഞ്ഞാൽ അതൊരു ഒരു നഷ്ടമായിട്ട് കാണാൻ പാടില്ല. കുട്ടികളെ അതിനെയും കൂടെ യോജിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകണം, ഏത് കോഴ്സായിരുന്നാലും. ശരി സാർ, താങ്ക് യു. താങ്ക് യു സോ മച്ച് ബുക്കോയ്ക്ക. തുടരുകയാണ്. നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കരിയർ ഡെവലപ്മെന്റിനെ കുറിച്ചാണ്. അപ്പോൾ എന്നോട് ചേർന്ന് സംസാരിക്കുന്നത് ഡോക്ടർ ജേക്കബ് സാറാണ്. കരിയറിനെ കുറിച്ച്, കരിയർ ഡെവലപ്മെന്റിനെ കുറിച്ചും അതുപോലെ ജോലി സാധ്യതകളെ കുറിച്ചും സംസാരിക്കാനും അറിയാനും തീർച്ചയായിട്ടും വിളിക്കാം. വിളിക്കേണ്ട നമ്പറാണ് ഞാൻ ഈ പറയാൻ പോകുന്നത്. ഇൻസൈഡ് UAE വിളിക്കേണ്ട ടോൾ ഫ്രീ നമ്പർ 8001476. UAEക്ക് അപ്പുറത്ത് നിന്നാണെങ്കിൽ വിളിക്കാം 0097150828146. സാർ പറഞ്ഞതുപോലെ ഏത് മേഖലയിലും AI അതിന്റെ ഒരു ആധിപത്യം ഉടനെ തന്നെ സ്ഥാപിക്കുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ തിരഞ്ഞെടുക്കുന്ന ഏത് കോഴ്സിന്റെ കൂടെയും AI ടെക്നോളജി, അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജിയും കൂടെ ചേർന്ന് പഠിക്കുന്നത് വളരെ നല്ലതാണ് എന്ന്. നമ്മുടെ നാട്ടിൽ നിന്നും ഇവിടേക്ക് ജോലി സാധ്യത അന്വേഷിച്ച് വരുന്നവർക്ക് തീർച്ചയായിട്ടും ഒരു സംശയം ഉണ്ടാകും, എന്ത് പഠിക്കണം, എന്ത് കോഴ്സാണ് സെലക്ട് ചെയ്ത് പഠിക്കേണ്ടത് ഇവിടെ ജോലി സാധ്യത നേടാനായിട്ട്. അതിനെന്തെങ്കിലും ഒരു സജഷനോ അല്ലെങ്കിൽ ഒരു ഉപദേശമായിട്ട് എന്തെങ്കിലും പറയാനായിട്ടുണ്ടോ? എന്നെ ശ്രവിക്കുന്ന മാതാപിതാക്കളുടെ കുഞ്ഞുങ്ങൾ നാട്ടിലാണെങ്കിൽ അവർക്ക് ആദ്യം കൊടുക്കേണ്ട ഉപദേശം, നിങ്ങൾ ഏതാണോ സെലക്ട് ചെയ്യുന്നത് അതിൽ സ്കിൽ ഡെവലപ്മെൻറ്റ് ആദ്യം ഉണ്ടാകണം. സ്കിൽഫുള്ളായിട്ട് അതിനെ കൈകാര്യം ചെയ്യാനായിട്ട് കുട്ടികൾ അറിഞ്ഞിരിക്കണം. ഉദാഹരണത്തിന് നമുക്ക് പറയാനൊക്കത്തില്ല, മോളെ ഇവിടെ ടീച്ചേഴ്സിന് വേക്കൻസി ഉണ്ട്, നിങ്ങൾ ടീച്ചർ ജോബ് പഠിച്ചിട്ട് BEd എടുത്തിട്ട് വരൂ എന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ജോലി കിട്ടാത്ത ഒത്തിരി പേരുണ്ട്. കാരണം അവിടെ അതിൻ്റെ ടോപ്പിൽ നിൽക്കുന്നവർക്ക് മാത്രമേ നമ്മളൊരു ചാൻസ് കൊടുക്കൂ. ഒരു വേക്കൻസി വന്നു കഴിഞ്ഞാൽ 10-15 CV വരും, അതിൽ ഒരാൾ മാത്രമേ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. അപ്പം ഏത് ജോലി, മാതാപിതാക്കൾ പ്രത്യേകം കുട്ടികളോട് പറയേണ്ടത് UAE-യിൽ ഏതിനും ജോലി സാധ്യത ഉണ്ടെന്ന് മാത്രം പറയുക. ഇന്ന ജോലി എന്ന് പറയുന്നതിലുപരി എല്ലാത്തിനും സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പറയാം, മോനെ നിനക്ക് ഏതിനാണ് താല്പര്യം? എനിക്കിതിനാണ് താല്പര്യം, എനിക്ക് എഞ്ചിനീയറിംഗ് ആണ്. എഞ്ചിനീയറിംഗ് ആണെങ്കിൽ പെട്രോളിയം എഞ്ചിനീയറിംഗ് ഉണ്ട്, കെമിക്കൽ എഞ്ചിനീയറിംഗ് ഉണ്ട്, ആർക്കിടെക്ചർ ഉണ്ട്, അങ്ങനെ പല പക്ഷേ വെറുതെ ഒരു ഡിഗ്രി എടുത്തിട്ട് വരരുത്. UAE-യിൽ ഡിഗ്രിയേക്കാളും പ്രധാനം ആ കുട്ടികളുടെ കഴിവാണ്, ആപ്റ്റിറ്റ്യൂഡാണ്. ആ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിൽ കുട്ടി വിജയിച്ചിരിക്കണം. കമ്മ്യൂണിക്കേഷനാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. അത് മാതാപിതാക്കൾ കുട്ടികളോട് പറയേണ്ടത്, അല്ലെങ്കിൽ ഉദ്യോഗാർത്ഥികൾ ആദ്യം കോമൺ ആയിട്ട് ഞാനൊരു കാര്യം പറയാം, കമ്മ്യൂണിക്കേഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ നമ്മൾ ഡിഗ്രി എടുത്ത കുട്ടികളുണ്ട്, PG എടുത്ത് വരുന്ന കുട്ടികളുണ്ട്, PhD എടുത്ത് വരുന്ന കുട്ടികൾക്ക് ഇൻ്റർവ്യൂവിൽ ശരിക്കും സംസാരിക്കാൻ പറ്റുന്നില്ല. അതൊരു ഫ്ലുവൻസിയാണ് എടുക്കേണ്ടത്. അപ്പോൾ ഇംഗ്ലീഷ് നമുക്കറിയാം, ഞങ്ങൾ പഠിച്ചിട്ടുണ്ട് എന്നുള്ളതല്ല, ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കാനായിട്ടൊരു കഴിവ് കുട്ടികൾ ആർജിച്ച് വരണം. അതാണ് ഒരു എക്സ്ട്രാ സ്കില്ലായിട്ട് നമ്മൾ കാണേണ്ടത്. ഏത് ജോലിക്കും അത്യാവശ്യമാണ്. അത് ഒരു അഡ്വൈസ് ഞാൻ പറയുന്നുണ്ട്. കമ്മ്യൂണിക്കേഷൻ ഏത് ഫീൽഡിൽ നമുക്ക് മാറ്റി വെക്കാൻ പറ്റുക? ഇല്ലടോ, അത് ആവശ്യമാണ്. അതെ, എല്ലായിടത്തും. ഈവൻ മാർക്കറ്റിങ്ങിനാണ് ഏറ്റവും കൂടുതൽ. മാർക്കറ്റിംഗ് അല്ല, നമ്മൾ ക്ലയന്റുമായിട്ട് ഡീൽ ചെയ്യുന്ന അല്ലെങ്കിൽ ഫേസ് ടു ഫേസ് സംസാരിക്കുന്ന ഏതൊരു മേഖലയിലും കമ്മ്യൂണിക്കേഷൻ ഇമ്പോർട്ടന്റ് ആണ്. കമ്മ്യൂണിക്കേഷനിലെ ഇംഗ്ലീഷ് എന്ന് പറയുന്നത് അത് എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ്. പലർക്കും അതിപ്പോഴും അക്സെപ്റ്റ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടാണ്. ഞങ്ങളൊന്നും കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഇത്രത്തോളം പഠിച്ചിട്ടല്ലല്ലോ ഇവിടെ എത്തിയത് എന്ന ചോദ്യത്തിന് മുന്നിൽ ഇനിയുള്ള തലമുറയിൽ ജീവിക്കുന്നവർക്ക് അത് മസ്റ്റാണ്. അങ്ങനെ സംസാരിച്ചിട്ടേ കാര്യമുള്ളൂ എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും. അപ്പോൾ വിദ്യാഭ്യാസത്തിന് അത്രത്തോളം പ്രാധാന്യമുണ്ട്. വിദ്യാഭ്യാസത്തിന് സാർ ഇപ്പോൾ പറഞ്ഞ വളരെ കറക്റ്റാണ്. PG ഒക്കെ കഴിഞ്ഞ് ചിലരോടൊക്കെ സംസാരിക്കുമ്പോൾ തീർച്ചയായിട്ടും ഇംഗ്ലീഷിൽ സംസാരിക്കാൻ അവർക്ക് അപ്പോഴും മടിയാണ്, അല്ലെങ്കിൽ ഒരു പിൻവലിയാണ്. അതായത് പറയുന്നത് തെറ്റായി പോകുമോ, ഗ്രാമർ മിസ്റ്റേക്ക് വരുമോ. ശരിക്കും അവിടെ ആശയം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനാണെന്ന് ഉള്ളൊരു ഇത് മനസ്സിലില്ലാത്തത് കൊണ്ടായിരിക്കണം ആ ഒരു കൺസേൺ അവർ എപ്പോഴും റൈസ് ചെയ്യുന്നത്. അപ്പൊ തീർച്ചയായിട്ടും എന്നെ കേൾക്കുന്ന പ്രിയ ശ്രോതാക്കൾ, കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഇവിടെ നിന്നല്ല, ലോകത്തിന്റെ ഏത് ഭാഗത്തും, ശരിയല്ലേ സാർ, ഏത് ഭാഗത്തും ജോലി തേടുന്നവർക്ക് കമ്മ്യൂണിക്കേഷൻ മസ്റ്റ് ആണ്. ഇപ്പോ നമ്മൾ ഏത് കോഴ്സ് എടുത്ത് പഠിച്ചാലും അതിനോടൊപ്പം തന്നെ കമ്മ്യൂണിക്കേഷൻ ഇപ്പൊ എല്ലായിടത്തും ഉണ്ട്. 5 ദിവസം കൊണ്ട് പഠിക്കാം, 10 ദിവസം കൊണ്ട് പഠിക്കാം എന്നൊക്കെ നമുക്ക് പരസ്യങ്ങളിൽ കാണാം. പക്ഷെ അത് സാധ്യമാണോ എന്ന് ചോദിച്ചാൽ എനിക്ക് സംശയമാണ്. കമ്മ്യൂണിക്കേഷൻ നമുക്ക് സംസാരിച്ചാൽ മാത്രമേ പഠിക്കാൻ പറ്റുള്ളൂ. അതാ ഗൂഗിളിലോട്ട് അവർ ചില സമയം ഉപയോഗപ്പെടുത്തണം.
തീർച്ചയായിട്ടും അവർക്ക് സാധിക്കും. കമ്മ്യൂണിക്കേഷൻ ലിസൺ ചെയ്താൽ മതി. നമ്മൾ ഡിഗ്രിയോടൊപ്പം തന്നെ കമ്മ്യൂണിക്കേഷൻ കൂടെ അത് പ്രാവീണ്യം നേടി വരണം എന്നുള്ള ഒരു അഡ്വൈസ് മാതാപിതാക്കൾ കുഞ്ഞുങ്ങൾക്ക്, നാട്ടിലുള്ള കുഞ്ഞുങ്ങൾക്ക് പ്രത്യേകം കൊടുക്കണം. ഇവിടെയുള്ള കുഞ്ഞുങ്ങൾക്ക് അതിൻ്റെ ഒരു ആവശ്യമില്ല. അതിന് പ്രത്യേകിച്ച് കഴിവുള്ള കുട്ടികളാണ്. പിന്നെ എന്തെങ്കിലും സ്വഭാവത്തിൽ അവർ ഇൻട്രോവേർട്ട് ആകുന്നെങ്കിൽ മാത്രമേ ഉള്ളൂ ഒരു വിഷയം വരുന്നത്. അതിന് ഇവിടുത്തെ കുട്ടികൾക്ക് കമ്മ്യൂണിക്കേഷൻ ഒരു വിഷയമില്ല. അതാണ്. വരുന്നില്ല. അപ്പൊ നാട്ടിൽ നിന്ന് വരുന്നവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കുട്ടികളിൽ കമ്മ്യൂണിക്കേഷൻ എന്തെങ്കിലും നിങ്ങൾക്ക് തോന്നുന്നു ഇംപ്രൂവ് ചെയ്യാനുണ്ട് എന്നുണ്ടെങ്കിൽ ഇപ്പൊ ഏത് കോഴ്സാണോ ചെയ്യുന്നത് അതോടൊപ്പം തന്നെ കമ്മ്യൂണിക്കേഷൻ കോഴ്സും ചെയ്യുക. അത് കോഴ്സ് മാത്രം ചെയ്താൽ പോരാ, അത് പ്രാക്ടീസ് ചെയ്യുക. തീർച്ചയായിട്ടും താങ്ക് യു സോ മച്ച് സാർ. അപ്പൊ തുടരുക. എന്നെ പോലെ തന്നെ നിങ്ങൾക്കും 100,000 സംശയങ്ങൾ കാണും. കാരണം നാട്ടിൽ പഠിക്കുന്ന കുട്ടികൾ ഉണ്ടാകാം, അതല്ലെങ്കിൽ ഇവിടെ തന്നെ +2 കഴിഞ്ഞ നെക്സ്റ്റ് കോഴ്സ് എന്തെടുക്കണം, അല്ലെങ്കിൽ നെക്സ്റ്റ് എന്താണ് പഠിക്കേണ്ടത്, എന്താണ് പെട്ടെന്ന് ജോലി സാധ്യത കിട്ടാനുള്ള മേഖല. ഇപ്പൊ സാർ പറഞ്ഞതുപോലെ AI മാത്രമല്ല, AI-ലും പല രീതികളിൽ പല മേഖലകളിലുണ്ട് നമുക്കത് പഠിച്ചെടുക്കാനായിട്ട്. അപ്പൊ അതിനെക്കുറിച്ച് സംസാരിക്കാനും അറിയാനും വിളിക്കാനുള്ള UAE ടോൾ ഫ്രീ നമ്പറാണ് ഞാൻ ഇനി പറയുന്നത്, 8001-476. UAE-ക്ക് പുറത്ത് നിന്നാണെങ്കിൽ വിളിക്കാം 0097150828147. സാർ, എനിക്കൊരു ചെറിയൊരു സംശയമുണ്ട്. ഇപ്പൊ കമ്മ്യൂണിക്കേഷന്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ ചോദിക്കുവാണ്, ഹിന്ദിക്കും അതുപോലെ തന്നെ ഇവിടെ പ്രാധാന്യമില്ലേ? നമ്മൾ ഇംഗ്ലീഷിൽ സംസാരിക്കുന്ന അതേ പ്രാധാന്യമല്ലേ ഹിന്ദിക്കും ഇവിടെ കൊടുക്കുന്നത് ഗൾഫ് കൺട്രീസിലെ ജോലി സാധ്യതകളിൽ? അത് ആ ലെവൽ എന്ന് പറയുന്നത് നമ്മുടെ കുറച്ചും കൂടെ ലോ ഗ്രേഡിൽ വരുന്നതാണ് ഹിന്ദി, ഉറുദു കമ്മ്യൂണിക്കേഷൻ നോക്കുന്നത്. ഒരു അപ്പർ ലെവലിലേക്ക് വരുമ്പോൾ ഒരു ഹിന്ദി ഒരു ഇമ്പോർട്ടൻറ്റ് ലാംഗ്വേജ് ആയിട്ട് വരുന്നില്ല. എന്നാൽ അവർ വന്ന് ഒരു മാസത്തിനകത്ത് അവരുടെ ഇൻട്രാക്ഷനിൽ അവരത് ഉപയോഗപ്പെടുത്തുന്നു എന്നേ ഉള്ളൂ. അപ്പോൾ ഹിന്ദി വേണം എന്നുള്ളത് മസ്റ്റല്ല. അത് നമുക്കിപ്പോൾ ഒരു എൻ്റെ ഇവിടെ ഞാനിപ്പോൾ ഒരു ഓഫീസിലിരിക്കുന്നു, ഇവിടെ വരുന്ന ഒരു ലേഡി അവർ ഉറുദു സ്പീക്കിംഗ് ആണെങ്കിൽ ഞങ്ങൾ അങ്ങനെ സംസാരിക്കുന്നു. അതേസമയം ഇംഗ്ലീഷ് എന്ന് പറയുമ്പോൾ സാധാരണപ്പെട്ട എല്ലാവരും അത് കൈകാര്യം ചെയ്യുന്നുണ്ട് ഇംഗ്ലീഷ്. അപ്പൊ ഹിന്ദി അറിയുന്നത് ഒരു ആഡഡ് അഡ്വാൻറ്റേജ് ആണ്. ആഡഡ് അഡ്വാൻറ്റേജ് ആണ്. കേൾക്കുന്നു. ഗ്രാഫിക് ഡിസൈനിങ്ങിന്റെ കോഴ്സ് പോലെ തന്നെ ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് അല്ലെങ്കിൽ പോയിക്കൊണ്ടിരിക്കുന്നതാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്. ഇപ്പൊ സാറ് പറഞ്ഞ സൈബർ സെക്യൂരിറ്റി. അപ്പോൾ ഇതൊക്കെ ഏത് ഫീൽഡ്, ഇപ്പൊ +2 ഇപ്പൊ സയൻസ്, കൊമേഴ്സ്, അല്ലെങ്കിൽ ഹ്യൂമാനിറ്റീസ്, അല്ലെങ്കിൽ ബയോളജി, സയൻസ്, കമ്പ്യൂട്ടർ സയൻസ് പഠിച്ചവരിൽ ഏതൊക്കെ രീതിയിലാണ് തരംതിരിക്കപ്പെടുന്നത്, അല്ലെങ്കിൽ ഏതൊക്കെ മേഖലകളിലാണ് ഓരോ ഡിപ്പാർട്ട്മെന്റ് പഠിച്ചിറങ്ങുന്ന കുട്ടികൾക്കും ചെന്ന് ചേരാൻ പറ്റുന്നത്, അതിനെ കുറിച്ചൊന്ന് സംസാരിക്കാവോ? ഡിജിറ്റൽ കണ്ടന്റ് ക്രിയേഷൻ അതൊരു പ്രത്യേക ഒരു കഴിവ് തന്നെ കുട്ടിക്ക് ഉണ്ടാകണം. അത് ഏത് സ്ട്രീം കുട്ടി പഠിച്ചാലും അതിന് ഒരു കണ്ടന്റ് ക്രിയേഷന് വേണ്ടി അത് പഠിക്കുന്ന സമയത്ത് തന്നെ കുട്ടികൾക്ക് അത് ബ്ലോഗേഴ്സായിട്ട് വരാം, യൂട്യൂബറായിട്ട് വരുന്നുണ്ട്. അപ്പോൾ കണ്ടന്റ് അത് ഏതിലാണ്, ഇപ്പോൾ ഫാഷൻ ഡിസൈൻ ആണെങ്കിൽ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടന്റ് കുട്ടി ക്രിയേറ്റ് ചെയ്യണം. ഹെൽത്ത് കെയറുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ആ രീതിയിലുള്ള കണ്ടന്റ് ക്രിയേഷൻ ഉണ്ടാകണം. അതിന് AI-യുടെ സപ്പോർട്ട് അവർക്ക് എടുക്കാം. അപ്പോൾ ക്രിയേറ്റിവിറ്റി വളരെ പ്രധാനമാണ്. അത് ഈ കണ്ടന്റ് ക്രിയേഷൻ അല്ലെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിന് നമ്മുടെ കഴിവെന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ. ഒരാളെ കൺവിൻസ് ചെയ്യേണ്ട കൺവിൻസിങ് പവർ, ഇത് രണ്ടും ഈ മാർക്കറ്റിങ്ങിനും ഡിജിറ്റലിനും ആവശ്യമാണ്. ഡിജിറ്റൽ മാർക്കറ്റിങ്ങിന് ഇ-കോമേഴ്സിനൊക്കെ അത് അത്യാവശ്യമാണ്. പക്ഷേ കണ്ടന്റ് ക്രിയേഷൻ എന്ന് പറയുമ്പോൾ അത് ഒരു ക്രിയേറ്റിവിറ്റിയായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്. അത് ഏത് സ്ട്രീം ആയിരുന്നാലും അത് നമുക്ക് ചെയ്യാൻ സാധിക്കും. അതിന് ഒരു പ്രത്യേക കോമേഴ്സ് തന്നെ വേണമെന്നില്ല. സയൻസ് സ്ട്രീം എടുത്തിട്ട് പോകുന്നവരുണ്ട്. ഹലോ, നമസ്കാരം. ഗുഡ് ആഫ്റ്റർനൂൺ സാറേ. ബോബൻ. ഞാൻ സാറിന്റെ ഒരു എക്സ്പീരിയൻസ്, ഇത്ര നാളത്തെ എക്സ്പീരിയൻസ് വെച്ച് ഞാനൊന്ന് ചോദിക്കുകയാണ്. ഇത്ര നാളത്തെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഈ സിലബസ് നമ്മൾ ഈ പഠിച്ച് 1ാം ക്ലാസ് തൊട്ട് 10 അല്ല +2 വരെ പഠിച്ചു വരുന്ന ഒരു പിള്ളേർക്കുള്ള സിലബസ് മാറാറായോ, അതോ ഇത് തന്നെ ഇങ്ങനെ തുടരുന്നതാണോ നല്ലത്? എന്തെങ്കിലും ഒരു ചേഞ്ച് സാറിന്റെ ഒരു എക്സ്പീരിയൻസ് ഒന്ന് അറിഞ്ഞാൽ കൊള്ളായിരുന്നു എനിക്ക്. അത് പേഴ്സണലി പറയുകയാണെങ്കിൽ അത് മാറണം എന്നുള്ളത് തന്നെയാണ്. അതിനകത്ത് കുട്ടികൾക്ക് പ്രാക്ടിക്കൽ ലൈഫിലേക്ക് വരുന്ന രീതിയിലുള്ളത് മാറണം. ഫോർ എക്സാമ്പിൾ, അത് UK കരിക്കുലം. ഇവിടെ UK കരിക്കുലം ആണെങ്കിൽ അവർക്ക് കാൽക്കുലേറ്റർ ഉപയോഗിക്കാം.
അവർ പറയുന്നത് ജീവിതത്തിൽ +2 വരുന്ന കുട്ടികൾക്ക് കൂടെ കാൽക്കുലേറ്റർ കൊണ്ടുപോകാനൊക്കത്തില്ല. അവർ ഈ കാൽക്കുലേഷൻ നടത്തുന്ന സമയത്ത് അവർ പറയുന്നത് പ്രാക്ടിക്കൽ ആയിട്ടില്ല. അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ CBSE പുതിയ പുതിയ പ്ലാനുകൾ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ തൊഴിലധിഷ്ഠിതമായിട്ടുള്ള ഒരു വിദ്യാഭ്യാസം വളരെ കുറവാണ്. നമ്മുടെ കുട്ടികൾ പഠിക്കുന്നു, ഡിഗ്രി എടുക്കുന്നു. അപ്പോൾ കുട്ടികൾക്ക് യഥാർത്ഥ ജീവിതത്തിലേക്ക് വരുമ്പോൾ കുട്ടികൾ വളരെ പിന്നോക്കം പോകുന്നതിൻ്റെ കാരണം ഇതാണ്. നമ്മുടെ സിലബസ് പാറ്റേണിൻ്റെ ഒരു വ്യത്യാസം തന്നെയാണ്. അതില്ലാന്ന് പറയുന്നില്ല, അത് മാറണം എന്നാണ് വ്യക്തിപരമായിട്ട് ഞാൻ പറയുന്നത്. അതെ, നല്ല കാര്യം. സാറ് പറഞ്ഞാല് പഠിക്കുന്നു, ഡിഗ്രി എടുക്കുന്നു, പിന്നെ അവൻ വേറെ എന്തെങ്കിലും പഠിച്ചിട്ടാണോ അവന് ജോലി എടുക്കാൻ? എന്റെ ഒരു കാഴ്ചപ്പാട്. വേറെ ഞാൻ വലിയ വിദ്യാഭ്യാസ ആളൊന്നും അല്ല, എന്റെ ഞാൻ പറഞ്ഞോണ്ട് പറയാണ്, ഞാനൊരു ടെക്നിക്കൽ ജോബ് ചെയ്യുന്ന ആളാണ്. പക്ഷെ എന്റെ പിള്ളേരോട് ഞാൻ പറയുന്നുണ്ട്, നിങ്ങൾ പഠിത്തം മാത്രമല്ല അറ്റ്ലീസ്റ്റ് ഒരു തൈയെങ്കിലും നടണമെന്ന് പറയുന്നുണ്ട്. ഡെയിലി ഒരു തൈ, ഒരു വൃക്ഷത്തൈയെങ്കിലും നടണമെന്ന് പറയുന്നുണ്ട്. എന്റെ ഒരു കാഴ്ചപ്പാടിൽ ഇത്രയും പിള്ളേർ ഒരു 2 മണിക്കൂർ അത്യാവശ്യം കൃഷിക്കെങ്കിലും ഉപയോഗിക്കണമെന്നുള്ളതാണ് എന്റെ ഒരു അഭിപ്രായം കേട്ടോ. വേറെ ഒന്നും തോന്നല്ലേ? 2 മണിക്കൂർ ഒരു ദിവസം അവര് സാമൂഹ്യ നന്മയ്ക്ക് വേണ്ടിയിട്ട് നമ്മുടെ കുട്ടികളെ പരിശീലിപ്പിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. ജപ്പാൻ കരിക്കുലം, അവിടെ നോക്കുന്ന KG മുതൽ കുട്ടികൾക്ക് ചപ്പാത്തി ഉണ്ടാക്കാനും കുക്ക് ചെയ്യാനും ഉള്ള ട്രെയിനിങ് കൊടുക്കുകയാണ്. അവർ തന്നെ മുറ്റം അടിച്ചു വാരുന്നു, ക്ലാസ് റൂം നീറ്റാക്കുന്നു, ഉറങ്ങുന്നു. ആ രീതിയിലേക്ക് നമ്മൾ എത്തണം. അത് നമ്മുടെ മാതാപിതാക്കളും ആ രീതിയിലേക്ക് നമ്മൾ ചിന്തിക്കണം. അതൊക്കെ വളരെ പ്രധാനമാണ്. വൈറ്റ് കോളർ ജോബ് മാത്രമല്ല ഇപ്പോഴുള്ളത്. അതെ 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 ആദ്യമായിട്ട് പോകുന്ന കുട്ടിക്ക് ഒരു തൈ കൊടുത്തു വിടുന്ന പറയുന്നത്, വീട്ടിൽ പോയി കുഴിച്ച് വെക്കണമെന്നും പറഞ്ഞു സ്കൂളിൽ നിന്ന്. പറഞ്ഞു കേട്ടതാണ്. ശരിയാണ്. വളരെ സന്തോഷം, വളരെ സന്തോഷം. താങ്ക് യു സോ മച്ച് സാർ. അതുപോലെ തന്നെയാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഇപ്പോൾ സാർ ഇപ്പോൾ നാട്ടിൽ പഠിപ്പിച്ചതിന്റെ എക്സ്പീരിയൻസ് സാറിനുണ്ട്, ഇവിടെ വന്നതിന് ശേഷം നമ്മളെ പഠിപ്പിക്കുന്നതിന്റെ എക്സ്പീരിയൻസ് ചോദിക്കുകയാണ്. ഏത് സിലബസ് ആണ് കുട്ടികളിൽ ഏറ്റവും നല്ലത്? നമ്മളിപ്പോ ഒരു കോളർ ജോയിൻ ചെയ്യുന്നുണ്ട്. ഹലോ ഹലോ, നമസ്കാരം. ഗുഡ് ആഫ്റ്റർനൂൺ. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. ഗുഡ് ആഫ്റ്റർനൂൺ. ഒന്ന് ഉറക്കെ സംസാരിക്കാവോ? ഹലോ, കേൾക്കുന്നുണ്ടോ? ഇപ്പൊ കേൾക്കാം. സാർ കൂടെയുണ്ട്. ഹലോ ഡോക്ടർ, ഗുഡ് ആഫ്റ്റർനൂൺ. എനിക്കൊരു ചോദിക്കാനുള്ളത് വെച്ചാല്, നമ്മുടെ നാട്ടില് കുറെ കോളേജുകളുണ്ട്. ഇപ്പോ +2 കഴിഞ്ഞിട്ടൊക്കെ ജോയിൻ ചെയ്യുന്ന ലാബ് ടെക്നീഷ്യന്, പിന്നെ ഫാർമസിസ്റ്റ്, അതൊക്കെ പഠിക്കാൻ പറ്റിയ കുറെ കോളേജുകൾ നമ്മുടെ നാട്ടിലുണ്ട്. അപ്പോ ഞാൻ എന്റെ വൈഫിനെ അതുപോലത്തെ ഒരു ലാബ് ടെക്നീഷ്യൻ കോഴ്സിലേക്ക് നാട്ടിൽ ചേർത്തിരുന്നു. 2 വർഷത്തെ കോഴ്സാണ് അത്. അവിടെ അവര് പരസ്യം മറ്റേ കോവിഡ് സമയത്തൊക്കെ ഉണ്ടല്ലോ, അപ്പൊ അവിടുത്തെ കുറെ സ്റ്റുഡൻസ് ഇവിടെ UAE വർക്ക് ചെയ്തിരുന്നു. മറ്റേ കൊറോണ ടെസ്റ്റ് ചെയ്യുന്ന ടെസ്റ്റിനൊക്കെ ആയിട്ടുള്ള വർക്ക് ചെയ്തിരുന്നു. ആ സമയത്ത് അവര് പരസ്യം ചെയ്തത്, നമ്മുടെ സ്റ്റുഡൻസ് UAE ജോബ് ചെയ്യുന്നുണ്ട്, നമ്മുടെ സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് അവിടെ ജോബ് ചെയ്യാൻ പറ്റും എന്ന നിലക്ക് പരസ്യം കൊടുത്തിരുന്നു. ഒരു പ്ലേസ്മെന്റ് ഗ്യാരണ്ടി ഉണ്ടായിരുന്നു അല്ലേ കോഴ്സിന് ചേരുമ്പോൾ? പ്ലേസ്മെന്റ് ആ സമയത്ത് ഉണ്ടായിരുന്നു. അപ്പൊ അവിടുത്തെ സ്റ്റുഡൻസ് ഇവിടെ ജോലി ചെയ്തുകൊണ്ടുണ്ടായിരുന്നു. എന്താ വെച്ചാൽ ആ സമയത്ത് കോവിഡ് സമയത്ത് ആരും നോക്കിയില്ല, എല്ലാവരും ആ ടെസ്റ്റിന് വേണ്ടിയിട്ട് മെഡിക്കൽ ഫീൽഡിൽ എടുത്തിരുന്നു. അപ്പോ അതുകൊണ്ട് ഞാൻ ആ കോഴ്സിന് ചേർത്ത്. ഇപ്പോൾ ആ സർട്ടിഫിക്കറ്റിനാണെങ്കിൽ ഇവിടെ ഒരു വാല്യൂ ഇല്ല. നാട്ടിലാണെങ്കിൽ കേരള സർക്കാർ അംഗീകരിച്ച കോഴ്സാണ്, ISO ഉള്ള സർട്ടിഫിക്കറ്റ് ഒക്കെ പറയുന്നത്. പക്ഷെ ഇവിടെ ആണെങ്കിൽ ആ സർട്ടിഫിക്കറ്റിന് ഒരു വാല്യൂ ഇല്ല. മറ്റേ ആദ്യം കിട്ടൂല, ഒന്നും കിട്ടൂല അതിന്. അപ്പൊ അത് ഇവിടെ എന്തെങ്കിലും ജോബ് കിട്ടാൻ UAE അംഗീകരിക്കുന്ന ചില കോഴ്സുകളുണ്ട്. ഉദാഹരണത്തിന് TTC ഇവിടെ അംഗീകരിക്കുന്ന ഒരു കോഴ്സല്ല. അത് പ്രൈമറി ടീച്ചറിന് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ക്വാളിഫൈഡ് കോഴ്സാണ് കേരളത്തിലുള്ളത്. ഇന്ത്യയിലും അത് തന്നെയാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ കോവിഡ് സമയത്ത് എക്സ്പീരിയൻസ് ആവശ്യമില്ലാതെ തന്നെ ഹെൽത്ത് മേഖലയിലുള്ള, ആരോഗ്യ മേഖലയിലുള്ള ജീവനക്കാർക്ക് ഒരു ചാൻസ് ഉണ്ടായിരുന്നു. ഡോക്ടേഴ്സിന്, നഴ്സുമാർക്ക് 2 years എക്സ്പീരിയൻസ് വേണമെന്നുള്ളതാണ് MOH എക്സാം എഴുതണമെങ്കിൽ. അത് കോവിഡ് സമയത്ത് ഇവിടെ ഹെൽത്ത് കെയർ ആൾക്കാർ ആവശ്യമുള്ളതുകൊണ്ട് ആ എക്സ്പീരിയൻസ് എടുത്ത് മാറ്റി. കഴിഞ്ഞ മാസം ഇപ്പോഴും അത് വീണ്ടും പഴയ രീതിയിലേക്ക് വന്നു. 2 years എക്സ്പീരിയൻസ് വേണമെന്ന് നിർബന്ധമായി. അപ്പോൾ അത് ഓരോ രാജ്യത്തിൻ്റെ അവസ്ഥ അനുസരിച്ച് അവർ ചെയ്യുന്നതാണ്. നമ്മൾ ഒരു കോഴ്സ് പഠിക്കുമ്പോൾ നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി, ഈ കോഴ്സ് അംഗീകാരമുള്ള കോഴ്സാണോ എന്ന് നമ്മൾ നോക്കണം. ഇപ്പോഴും അടുത്ത് വരുന്നൊരു കാര്യമാണ്, ഇവിടെ ടീച്ചിങ് പ്രൊഫഷനിൽ മാത്രമേ ആ കോഴ്സ് ഇപ്പോൾ വന്നിട്ടുള്ളൂ. എന്ന് പറഞ്ഞാൽ ഡിഗ്രി റെഗുലർ ആയിരിക്കണം. പ്രൈവറ്റ് എഡ്യൂക്കേഷന്, ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ആണെങ്കിൽ ടീച്ചിങ് മേഖലയിൽ അപ്രൂവൽ ഇല്ല, കിട്ടത്തില്ല. അത് ഹയർ എഡ്യൂക്കേഷനിൽ പോയി അവിടുത്തെ ഈക്വലൻസി വാങ്ങിയാൽ മാത്രമേ ഇവിടെ ടീച്ചേഴ്സിന് അത്
ബാധിക്കുന്നു, അത് അംഗീകരിക്കുകയുള്ളൂ. അതല്ലെങ്കിൽ അവർ പുറത്താക്കപ്പെടുന്നു ടീച്ചേഴ്സ്. ഇനി അറിയാനൊക്കത്തില്ല, ഭാവിയിലും മറ്റു വലിയ വലിയ ഹൈ പോസ്റ്റിൽ കീ പൊസിഷനിലൊക്കെ വരുമ്പോൾ ഈ സർട്ടിഫിക്കറ്റ് ഈ രീതിയിൽ നോക്കുമോ എന്ന് നമുക്കറിയത്തില്ല. അതിങ്ങനെ മാറിക്കൊണ്ടിരിക്കും. നമ്മുടെ രക്ഷിതാക്കൾ കുട്ടികളോട് പറയേണ്ടത്, അവർ സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ ആക്റ്റീവാണ്. സ്വന്തമായിട്ടുള്ള കാര്യം ചെയ്യാനായിട്ടുള്ള ഒരു പ്രാക്ടീസ് നമ്മുടെ കുട്ടികളോട് പറഞ്ഞു കൊടുക്കുക. എന്താണ് ഈ ഇപ്പോഴത്തെ ട്രെൻഡ്, എന്താണ്, മോൾ ഏതാ എടുത്തിരിക്കുന്നത് അല്ലെങ്കിൽ മകൻ ഏത് കോഴ്സാണ് പഠിക്കുന്നത്, അതിന്ന് യൂറോപ്യൻ കൺട്രീസിൻ്റെ വാലിഡിറ്റി എങ്ങനെയാണ്, ഗൾഫ് കൺട്രീസിൽ എങ്ങനെയാണ് എന്നുള്ള പഠിച്ചു കഴിഞ്ഞാൽ, ഒരു ഉദാഹരണം ഞാൻ പറയട്ടെ. ഇവിടെ പഠിച്ച ഒരു വളരെ പാവപ്പെട്ട ഒരു കുട്ടി, ഷീസ് ഫ്രം പാകിസ്ഥാൻ. ആ കുട്ടി പഠിച്ചു, സ്കൂളിൽ ടോപ്പായിരുന്നു. ഷാർജ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് സ്പോൺസർഷിപ്പോട് കൂടെ കുട്ടി പഠിച്ചു. കുട്ടി പഠിച്ചതിന് എഴുതാനും വായിക്കാനും മാതാപിതാക്കൾക്ക് അറിയില്ല എന്നുള്ളതാണ് ഒരു സത്യം. ഈ കുട്ടി ബ്രൗസ് ചെയ്തിട്ട് കുട്ടി PhDക്ക് വേണ്ടിയിട്ട് എല്ലാ യൂറോപ്യൻ കൺട്രീസിലും അപ്ലൈ ചെയ്തു. 3 കൺട്രീസിന് കിട്ടി: അയർലൻഡ്, ഓസ്ട്രേലിയ, കാനഡ. ഷീ സെലക്ടഡ് കാനഡ. നൗ ഷീസ് ഇൻ കാനഡ. അപ്പോൾ സാധ്യതകളുണ്ട്. അപ്പോൾ കുട്ടി സ്വന്തമായിട്ട് കണ്ടുപിടിച്ചതാണ്. ആ കുട്ടി ഇതിപ്പോൾ ഫൈനൽ ഇയറാണ് PhDക്ക്. അപ്പോൾ അതിനൊക്കെ സാധ്യതകൾ. എഴുത്തും വായന അറിയാത്ത മാതാപിതാക്കളെന്ന് ഓർക്കണം. അതാണ് ഞാൻ എടുത്തു പറഞ്ഞത്. അപ്പോൾ നമ്മുടെ മക്കളോട് പറയേണ്ടത്, നിങ്ങൾ സമയം സോഷ്യൽ മീഡിയയിൽ കളയാതെ നിങ്ങൾ പഠിക്കുന്ന കോഴ്സുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ന് ലോകത്ത് ഏത് രാജ്യത്തിലാണ് ഇതിൻ്റെ വാലിഡിറ്റി ഉള്ളത്, എന്ത് സാധ്യതയുള്ളത്, ആ സാധ്യത എങ്ങനെ ഗ്രാബ് ചെയ്യാൻ സാധിക്കും, എനിക്കതെങ്ങനെ കൈവശപ്പെടുത്താൻ പറ്റും എന്ന് കുട്ടികളെ മോട്ടിവേറ്റ് ചെയ്യുക. കഷ്ടപ്പെടുന്ന മാതാപിതാക്കൾക്ക് അത് പറയാൻ സാധിക്കും. നിങ്ങൾ 10 മിനിറ്റ് നിങ്ങളുടെ മക്കളോട് സംസാരിക്കൂ. തീർച്ചയായും സർ, ഒരു കോളർ കൂടെ ജോയിൻ ചെയ്യുന്നുണ്ട്. ഹലോ, നമസ്കാരം. ഗുഡ് ആഫ്റ്റർനൂൺ. ഹലോ, ആ റേഡിയോയുടെ വോളിയം ഒന്ന് കുറയ്ക്കാവോ? ഗുഡ് ആഫ്റ്റർനൂൺ. അതെ, പിന്നെ എനിക്കൊന്ന് പറയാനുള്ളത്, കേരളത്തിലെ സർവ്വ വിദ്യാലയങ്ങളിലും വിദ്യാഭ്യാസത്തിനോടൊപ്പം കുട്ടികളുടെ വളർച്ചയ്ക്കുള്ള സൗകര്യം ചെയ്യണം എന്നുള്ളതാണ്. കാരണം ഇപ്പോ ഹൈറ്റ് കൂട്ടാനുള്ള സൗകര്യം കേരളത്തിലുള്ള സർവ്വ സ്കൂളുകളിലും ചെയ്യണം എന്നാണ് എനിക്ക് ഒരു അപേക്ഷ. മാനസിക വളർച്ചയാണോ ശാരീരിക വളർച്ചയാണോ? ശാരീരിക വളർച്ച. കാരണം ഇപ്പൊ വളർച്ച എന്ന് പറഞ്ഞ ഒരു വലിയൊരു ഘടകം തന്നെയാണ്. അപ്പൊ എല്ലാ ശാരീരിക വളർച്ച വേണം, മാനസികമായിട്ടും വളർച്ച വേണം. ശാരീരിക വളർച്ചയ്ക്കുള്ള സൗകര്യം ചെയ്തു വെക്കണം സർവ്വ കേരളത്തിലുള്ള സ്കൂളിലും. അതായത് ഹൈറ്റ് കൂട്ടാനുള്ള സൗകര്യം. അത് നല്ലൊരു ഘടകമാണ് സാർ. അത് ഘടകമാണ്. മാതാപിതാക്കളുടെ ശരീരപ്രകൃതി അനുസരിച്ചായിരിക്കും മക്കൾ വരുന്നത്. എന്നാൽ സ്കൂളിൽ ഹൈറ്റ് കൂട്ടുന്നതിന് പകരം അവിടെ ഫിസിക്കൽ എഡ്യൂക്കേഷന് വളരെ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. വളരെ പ്രാധാന്യം കൊടുത്തിട്ടാണ് പോകുന്നത്. അപ്പോൾ അത് ഹൈറ്റ് അതിൻ്റെ ഭാഗത്ത് വരുന്നതാണ്. അപ്പോൾ ഹൈറ്റ് കൂടുതലുള്ള കുട്ടികൾക്ക് വേണ്ടി ഹൈറ്റിന് വേണ്ടിയിട്ട് നമുക്കൊന്നും ചെയ്യാനൊക്കത്തില്ല. അത് കുട്ടികളുടെ ശരീര പ്രകൃതം അനുസരിച്ച് കുട്ടികൾ ചൂസ് ചെയ്യുന്ന ചില ആക്ടിവിറ്റീസാണ്. അത് ചിലപ്പോൾ സ്കൂളിൽ അത് ഉണ്ടാകണമെന്ന് അറിയില്ല, ഉണ്ടാകാനുള്ള സാധ്യതയില്ല. കോളർ ജോയിൻ ചെയ്യാണ്. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. നമസ്കാരം. ആരാണ്? ഗുഡ് ആഫ്റ്റർനൂൺ. ഗുഡ് ആഫ്റ്റർനൂൺ. എനിക്ക് അറിയേണ്ടത്, ഈ ഇപ്പം നമ്മുടെ കുട്ടികള് മറ്റു കുട്ടികളെ കണ്ടിട്ട്, അല്ലെങ്കിൽ ഇപ്പം വേറെ പേരൻസ് പറയുന്നു, ഇപ്പൊ ഒരു ട്രെൻഡ്, കുറെ നാൾ കൊണ്ടുള്ള ട്രെൻഡാണ് ഈ ഫോറിൻ കൺട്രീസിൽ പോയി പഠിക്കാന്നുള്ളത്. അപ്പൊ എങ്ങനെയാണ് ഈ ചൂസ് ചെയ്യേണ്ടത്? ലൈക്ക് ഇപ്പൊ നാട്ടില് വർക്ക് ചെയ്യുന്ന ഒരു കുട്ടി ഫോറിൻ കൺട്രി പോയി പഠിക്കേണ്ട ആവശ്യം, അല്ലെങ്കിൽ UAE വർക്ക് ചെയ്യുന്നവർക്ക് എങ്ങനെയാണ് അതിന്റെ ഒരു സാധ്യത? എന്തിനാണ് കുട്ടികൾ അതിലേക്ക് ചൂസ് ചെയ്യേണ്ടത്? ഫോറിൻ കൺട്രീസ് പഠിക്കണമെങ്കിലും. സിസ്റ്റർ പറയുന്നത് മെഡിക്കൽ കോഴ്സാണോ, എഞ്ചിനീയറിംഗ് കോഴ്സാണോ, അല്ലാതെ ബിസിനസ് കോഴ്സാണോ? പൊതുവെ ഏത് കോഴ്സും. അതിലിപ്പോ മെഡിക്കൽ ഒരു ട്രെൻഡ് ആണ് പുറത്തു പോയി പഠിക്കുന്നുള്ളത്. അത് ഫിസിയോതെറാപ്പി ആയിക്കോട്ടെ, MBBS ആയിക്കോട്ടെ, ഏതായാലും പിള്ളേർ പുറത്തുപോയി പഠിക്കുന്നുണ്ട്. അതിന്റെ ഒരു എന്താണ് അതിന്റെ ഒരു സ്കോപ്പ്? ലൈക്ക് ശരിക്കും അത് നെസസറി ആണോ? ഇപ്പൊ ഇവിടെ ഒരു മെഡിക്കൽ ഫീൽഡിലേക്ക് കിട്ടണമെങ്കിൽ ചിലർ പറയുന്നു ഇന്ത്യൻ മെഡിക്കൽ കോഴ്സസിനെക്കാളും വാല്യൂ ഉള്ളത് പുറത്തുള്ള സർട്ടിഫിക്കറ്റിനാണ്. അപ്പൊ അതെന്താണ് അതിന്റെ ഒരു പ്രസക്തി? സിസ്റ്റർ, അത് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ഇത് മെഡിക്കൽ ലൈനിനെ കുറിച്ച് ഞാൻ പറയാം. മെഡിക്കൽ ലൈനിലെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, എന്തുകൊണ്ടാണ് കുട്ടികൾ യൂറോപ്യൻ കൺട്രീസ് സെലക്ട് ചെയ്യുന്നത്? അവിടെ ഇന്ത്യയിൽ ഒരു മെഡിക്കൽ വിദ്യാഭ്യാസത്തിന്
ലക്ഷക്കണക്കിന് ചെലവ് വരുന്നു. അതിൻ്റെ പകുതിയുടെ പകുതി പൈസ മാത്രമേ യൂറോപ്യൻ കൺട്രീസിലേക്ക് വരുന്നുള്ളൂ. ജോർജിയ, യുക്രൈൻ, മോൾഡോവ അങ്ങനെയുള്ള രാജ്യങ്ങളിൽ. അതേസമയം മെഡിക്കൽ കോഴ്സുകൾ UK, കാനഡ, US എന്തുകൊണ്ട് പോകുന്നില്ല? അവിടെ പ്രത്യേക ടെസ്റ്റ് വെച്ചിട്ടുണ്ട്. UK പ്ലാബ് എക്സാം ഉണ്ട്. പ്ലാബ് എക്സാം എഴുതി പാസ്സായാൽ മാത്രമേ കുട്ടികൾക്ക് വീണ്ടും പഠിക്കാൻ നോക്കൂ. അതിൻ്റെ US കാനഡയിലാണ് USMLE എന്ന് പറയുന്ന ടെസ്റ്റ് ഉണ്ട്. 3 ലെവലാണ്. അപ്പോൾ അങ്ങനെയുള്ള ടെസ്റ്റ് എഴുതണം. ഈ ടെസ്റ്റുകളൊന്നും ഇല്ലാത്തതാണ് ഈസ്റ്റേൺ യൂറോപ്യൻ കൺട്രീസിൽ. ഈ ടെസ്റ്റ് എഴുതുന്ന കുട്ടികൾ MBBS തീർത്ത് കഴിഞ്ഞാൽ ഇന്ത്യയിൽ വർക്ക് ചെയ്യണമെങ്കിൽ ഇന്ത്യയിൽ ഒരു എക്സാം എഴുതണം. കുട്ടി എക്സാം എഴുതി പാസ്സായാൽ മാത്രമേ ഉള്ളൂ. അതത്ര ഈസി അല്ല ഇന്ത്യയിലെ കുട്ടികൾ എക്സാം എഴുതി പാസ്സാകുന്നത്. ഡൽഹിയിൽ കുട്ടികൾ ക്യാമ്പ് ചെയ്ത് പഠിച്ചിട്ട് സകല പോർഷനും പഠിച്ചിട്ട് 1-2% മാത്രമേ ഓരോ വർഷവും പാസ്സാകുകയുള്ളൂ. UAയിൽ മെഡിക്കൽ ലൈൻ പാസ്സാകണമെങ്കിൽ MOH എക്സാം എഴുതണം. അത് ഏത് രാജ്യത്തിലാണെങ്കിലും മെഡിക്കൽ കോഴ്സ് പാസ്സാകണം, ജോലി വേണമെങ്കിൽ അവർ നടത്തുന്ന എക്സാം പാസ്സായിരിക്കണം. അപ്പോൾ അതിന് സാധ്യതയുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതിലേക്ക് വരികയാണ്. കുട്ടികൾക്ക് അതിൻ്റെ ഒരു കഴിവുണ്ടാകണം. കുട്ടികൾ അതിലൊരു സ്കിൽ വർക്ക് ചെയ്യണം. കുട്ടികൾക്ക് ആ എക്സാം പാസ്സാകാനുള്ള കഴിവുള്ള കുട്ടികളാണെങ്കിൽ കുട്ടികൾ ആ സ്ഥാനത്തെത്തും. അതൊരു ടൈം കൺസ്യൂമിംഗ് ഒരു പ്രോസസ് ആണോ ഞാൻ സാറിന് ചോദിക്കുന്നത്? യെസ്, ടൈം കൺസ്യൂമിംഗ് പ്രോസസ് ആണ്. ടൈം കൺസ്യൂമിംഗ് പ്രോസസ്സാണ്. പറയാൻ കാരണം ഞാൻ ഡൽഹിയിൽ പോയി അവിടെ ഒരു ഏരിയ തന്നെ ഏകദേശം 1000-ൽ പരം കുട്ടികൾ അവിടെ താമസിച്ച് ഈ എക്സാമിന് പഠിക്കുകയാണ്. 2-3 വർഷം പരീക്ഷ എഴുതി ജയിക്കാൻ പറ്റാത്ത കുട്ടികളുണ്ട്. അപ്പോൾ അതൊരു പ്രോസസ്സ് തന്നെ. അതേസമയം കേരളത്തിലോ ഇന്ത്യയിലോ ഒരു ഡിഗ്രി എടുക്കുന്ന കുട്ടിക്കാണെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല, ഈ എക്സാം പാസ്സാകണ്ട. പക്ഷെ അത് കിട്ടണമെങ്കിൽ സാമ്പത്തികമായിട്ട് വളരെ ഭാരമാണ്. അതൊരു മിഡിൽ ക്ലാസ് ഫാമിലിക്ക് ഇന്ത്യയിൽ കിട്ടാനായിട്ട് ഞാൻ പറയുന്നത് പൈസ കൊടുത്തുള്ള മാനേജ്മെന്റ് സീറ്റിനെ കുറിച്ചാണ് പറയുന്നത്. ഈ പ്രാക്ടിക്കൽ നോളജും എനിക്ക് തോന്നുന്നു ഫോറിൻ കൺട്രീസിൽ അത്രത്തോളം പ്രാക്ടിക്കൽ നോളജ് ഉണ്ട്. കാരണം നമ്മൾ കേൾക്കുന്നത് നമ്മുടെ നാട്ടിലൊക്കെ പേഷ്യൻസുമായിട്ടുള്ള ഒരു ഇന്ററാക്ഷൻ വേണമല്ലോ ഈ സിസ്റ്ററെ. അതിനകത്ത് മുസ്ലിം കൺട്രീസിലാണെങ്കിൽ ഡെഡ് ബോഡീസ് കിട്ടത്തില്ല. ആ ഡെഡ് ബോഡീസ് അങ്ങനെ ചെയ്യാനൊക്കത്തില്ല. അത് പിന്നെ റബ്ബർ ആയിട്ടുള്ളത് ഡമ്മി വെച്ചിട്ടൊക്കെയാണ് അത് ചെയ്യുന്നത്. അതേസമയം മറ്റ് യൂറോപ്യൻ കൺട്രീസിലാണെങ്കിൽ ഡെഡ് ബോഡീസ് അവർക്ക് പഠിക്കാൻ കിട്ടും. ഇന്ത്യയിലും അതുണ്ട്. അത് ചില മുസ്ലിം കൺട്രി. അപ്പൊ എന്തുകൊണ്ട് മെഡിക്കൽ ആണ് നമ്മൾ പറഞ്ഞത്. അപ്പൊ എഞ്ചിനീയറിംഗ് എബ്രോഡും ഇപ്പം ഞാൻ ചോദിക്കുന്നത്, ഇപ്പൊ ഇവിടെ UAയിൽ പഠിച്ചൊരു കുട്ടി, ആ കുട്ടിക്ക് ഒരു ജോലി സാധ്യത വേണം. അപ്പൊ അതിന് ലൈക്ക് എബ്രോഡിന്റെ സർട്ടിഫിക്കറ്റിനാണോ വാല്യൂ? അങ്ങനെ ഉണ്ടോ? അതോ നമ്മുടെ നാട്ടിൽ നല്ല രീതിയിൽ പഠിച്ചു വന്നാലും ഇവിടെ നല്ല രീതിയിൽ പഠിച്ചു വന്നാലും നമ്മൾ അതിനുള്ള എക്സാം കുട്ടി പാസ്സാകണം. ഇവിടെ എന്തെങ്കിലും ടെസ്റ്റ് കൊടുക്കുകയാണെങ്കിൽ ആദ്യം സർട്ടിഫിക്കറ്റ് ഇവർ ഇക്വേറ്റ് ചെയ്യും. സർട്ടിഫിക്കറ്റ് വാലിഡിറ്റി ഉണ്ടോ, സർട്ടിഫിക്കറ്റ് ഉള്ളതാണോ എന്ന് അവർ പരിശോധിക്കും. അതിന് ഹയർ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. ഹയർ എഡ്യൂക്കേഷനിൽ ഗൂഗിളിൽ അടിച്ചു നോക്കുമ്പോൾ ഇന്ന കോളേജിൽ അല്ലെങ്കിൽ ഇന്ന യൂണിവേഴ്സിറ്റിയിലെ സർട്ടിഫിക്കറ്റ് ആണ്, അത് അഫിലിയേറ്റഡ് ആണ്, വാലിഡ് എന്ന് നമുക്കറിയാൻ സാധിക്കും. അതെല്ലാം നമ്മുടെ കുട്ടികൾക്ക് തന്നെ അറിവുണ്ടാകണം. കുട്ടികൾ, അതാ ഞാൻ ആദ്യം പറയും, കുട്ടികൾ ഏത് രാജ്യത്തിലേക്ക് പോകാൻ താല്പര്യപ്പെടുന്നു, ഏത് കോഴ്സാണ്, അപ്പോൾ അവിടുത്തെ നിയമങ്ങൾ എന്താണ്, ഈ എൻ്റെ സർട്ടിഫിക്കറ്റ് അവിടത്തേക്ക് മാച്ച് ആകുമോ, ഇക്വേറ്റ് ചെയ്യുമോ, അതിന് ക്വാളിഫൈഡ് ആണോ എന്ന് നോക്കണം. ഇപ്പോൾ ഉദാഹരണത്തിന് TTC പാസ്സായ ഒരു കുട്ടി, ആ കുട്ടി ഇവിടെ TTC ഉണ്ടെന്ന് പറഞ്ഞ ഒരു പ്രൈമറി ക്ലാസ്സിൽ ജോലി കിട്ടത്തില്ല. അപ്പൊ കുട്ടി അത് അറിഞ്ഞിരിക്കണം. അതറിയാനായിട്ട് ഇവിടെ പഠിക്കണമെങ്കിൽ ഇപ്പം എന്റെ മോൻ സ്റ്റേറ്റ് സിലബസിലാണ് ഇവിടെ പഠിക്കുന്നത്. ഇപ്പൊ അതിനൊരു എന്തെങ്കിലും ഒരു വ്യത്യാസമുണ്ടോ? സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന ഒരു കുട്ടിയും CBSE പഠിക്കുന്ന ഒരു കുട്ടിയും ഇവിടുത്തെ യൂണിവേഴ്സിറ്റിയിൽ? ഇല്ല സിസ്റ്റർ, അതിനകത്തൊന്നും സിസ്റ്റർ വിഷമിക്കേണ്ട. പക്ഷെ കുട്ടി പഠിക്കുന്നുവെങ്കിൽ കുട്ടിക്ക് ഒരു സ്കിൽ ഉണ്ടാക്കണം. കുട്ടിയുടെ സ്കിൽ എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. സ്റ്റേറ്റ് സിലബസോ CBSE സിലബസോ ICSE സിലബസോ ഒന്നും ഒരു വേർതിരിവ് ഇവിടെ ഇതുവരെയും വന്നിട്ടില്ല. വേറെ എക്സാം ഒന്നും ഇല്ലല്ലോ, ലൈക്ക് യൂണിവേഴ്സിറ്റി അഡ്മിഷൻ കിട്ടാൻ? അങ്ങനെ ഞാൻ കേട്ടെന്തോ സാറ്റ് എക്സാമോ അങ്ങനെ എന്തോ. അത് ബെഞ്ച് ഇന്റർനാഷണൽ ബെഞ്ച് മാർക്ക് എക്സാം UAE നടത്തുന്നുണ്ട്. അത് CAT 4 എക്സാം ഉണ്ട്. പിന്നെ IBT, അത് ഇന്റർനാഷണൽ ബെഞ്ച് മാർക്ക് ടെസ്റ്റ് ആണ് അത് പറയുന്നത്. പിന്നെ ഏസറിന്റെ ടെസ്റ്റ് ഉണ്ട്, അസറ്റിന്റെ എക്സാം ഉണ്ട്. ഇതൊക്കെ
ഏത് സിലബസിലും കുട്ടികൾക്ക് ഈ ടെസ്റ്റ് കൊടുക്കുന്നുണ്ട്. അതിപ്പോൾ UAE ഗവൺമെന്റ് തന്നെ ഇനിഷ്യേറ്റ് എടുത്ത് ഇങ്ങനെ ടെസ്റ്റുകൾ കൊടുക്കുന്നുണ്ട്. താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക് യു. യെസ്, ശരിക്കും പറഞ്ഞാൽ നല്ലൊരു കോളർ ആയിരുന്നു, ഒരു ലോങ് കോള് തന്നെയായിരുന്നു. അതെ അതെ. അപ്പൊ നമ്മുടെ സമയവും ഡോക്ടർ ഇവിടെ എൻഡ് ആവാൻ പോവുകയാണ്. കാരണം ന്യൂസിനുള്ള ടൈം ആയിരിക്കുകയാണ്. പക്ഷേ നമുക്ക് ഈ അവസാന നിമിഷത്തിലാണ് അധികം കോൾ വന്നിട്ടുണ്ടായിരുന്നത്. ഒരുപാട് പേർക്ക് ഇപ്പോഴും കോൾ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഇത് കഴിഞ്ഞതിന് ശേഷം എനിക്ക് മെസ്സേജ് എന്റെ നമ്പർ അവർക്ക് കൊടുത്തോളൂ, നമ്പർ ആവശ്യമുള്ളവർക്ക് കൊടുത്തോളൂ. ഐ വിൽ ബി അവൈലബിൾ. താങ്ക് യു സോ മച്ച് സാർ. തിരക്ക് പിടിച്ച സമയത്ത് എനിക്ക് കുറച്ച് സമയം നമ്മോടൊപ്പം ചെലവഴിക്കാൻ സാധിച്ചതിൽ ഒരുപാട് നന്ദി. ആൻഡ് താങ്ക് യു സോ മച്ച് ആൻഡ് ബൈ. താങ്ക് യു. വിദ്യാഭ്യാസ തൊഴിൽ മേഖലകളിലെ അവസരം